Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 197ാമത്തെ ലൈവ് വെബിനാറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്നത്. നമുക്ക് ഈ 197 വെബിനാർ മുടങ്ങാതെ നടത്താൻ ദൈവകൃപ ലഭിച്ചു. അതിന് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മള് യോഗം ആരംഭിക്കുന്നത്. ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെയാണ്. സാറ് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഗ്രൂപ്പില് ദുബൈ മർത്തോമ പാരീഷിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് സാറ്. നല്ല രീതിയിൽ ഒരു ക്രിസ്തീയ സാക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിച്ച സാറിനോട് നന്ദിയുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെ ക്ഷണിച്ചോളൂ. നീതിയും സമാധാനവും കരുണയും ഹൃദയശുദ്ധിയുമുള്ള ജനങ്ങൾ പാർക്കുന്ന ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാൻ സ്വർഗം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഈ ഭൂമിയിലേക്ക് വന്ന ഞങ്ങളുടെ കർത്താവേ, അക്രമവും അനീതിയും ചതിക്കുഴികളും അസത്യവും വാഴുന്ന ഈ കാലത്ത് ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം പ്രമാണിച്ച് നിന്നിൽ വിശ്വസിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിത യാത്ര നയിക്കുവാൻ സാധിക്കുമോ എന്ന സന്ദേഹം ഇന്ന് വിശ്വാസികളായ പലരെയും ഭരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. പല ക്രിസ്തീയ വിശ്വാസികളും പീഡനം അനുഭവിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് പ്രബുദ്ധമായി ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി തരണമേ. ഇന്ന് ഞങ്ങളുടെ പഠനത്തിന് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാറിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജ്ഞാനം നൽകി നിന്റെ മകനെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സൂം മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, എല്ലാവിധമായ സഹായം നൽകുന്നവരെയും അനുഗ്രഹിക്കണമേ. ഈ വെബിനാർ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ വെബിനാർ ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 197ാമത്തെ വെബിനാറാണ്. ഏകദേശം അടുത്ത രണ്ട് വെബിനാറൂടെ കഴിയുമ്പോൾ നമ്മള് 200ാമത്തെ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മളെ ഇത്രത്തോളം നമ്മുടെ കൂടെ ഇന്ന് സഹകരിച്ചവരെ എല്ലാവരും ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ അഡ്മിൻ തന്നെയായ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിനെയാണ്. റോയ് ഫിലിപ്പ് സാറ് മാർത്തോമ സഭയിൽ അല്ലെങ്കിൽ ലൈറ്റർ ടു ലൈറ്ററിനുള്ള ഒരു ആമുഖത്തിന്റെ ആവശ്യമുള്ള വ്യക്തിയല്ല. ഏവർക്കും, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൽ ഉള്ള ഏവർക്കും സുപരിചിതനാണ്. എന്നാൽ ഇന്ന് പേരുകളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പുതിയ അംഗങ്ങളെയൊക്കെ കാണുവാൻ സാധിച്ചു. അവർക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്ക് റോയ് ഫിലിപ്പ് സാറിനെ പറ്റി പറയാം. മാർത്തോമ സുവിശേഷ സംഘത്തിന്റെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. സഭാ കൗൺസിൽ അംഗമായിരുന്നു. മാർത്തോമ യുവൻ സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ട് പ്രവർത്തിച്ച ആളാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ ആയിരുന്ന ഇടങ്ങളിലെല്ലാം നല്ല ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ അവിടെ വെൺമണി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു.
ആ രീതിയിൽ ശ്രദ്ധേയനാണ്. അല്പം രാഷ്ട്രീയത്തിലൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നല്ല ശക്തമായി എഴുതുന്ന വ്യക്തിയാണ്. അതാണ് എന്നെ സംബന്ധിച്ച് സാറിനെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത്. സാറിന് ദൈവശാസ്ത്ര വിഷയങ്ങളിലും ആ മറ്റ് സാമൂഹ്യ രംഗത്തെ കാഴ്ചപ്പാടും വളരെ ഉന്നതമാണ്. സാറിന്റെ കുറിപ്പുകളൊക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വായിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഞാൻ സാർ എഴുതുന്ന ഒരു കുറിപ്പ് പോലും ഒഴിവാക്കാതെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. റോയ് സാറിനെ ഇന്നത്തെ ഈ വെബിനാറിന്റെ മോഡറേറ്ററായിട്ട് കിട്ടിയതിൽ സന്തോഷിക്കുന്നു. റോയ് സാറിനെ, അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിനെ ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരില് ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു സാർ. ഉം. ഏറ്റവും ബഹുമാന്യരായ ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിലെ അംഗങ്ങളെ, ഇന്ന് നമ്മുടെ മെയിൻ ടോക്കിനായിട്ട് എത്തിയിട്ടുള്ള കുരുവിള വർഗീസ് സാറ്, പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട വിൽസൺ സാറ് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം ഇന്ത്യ 2024 അപ്പുറം എന്നുള്ളതാണ്. വരാൻ പോകുന്ന ഭാരതത്തെ കുറിച്ചുള്ളതായ ചില ദർശനങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഒരു ഫാന്റസി രൂപപ്പെടുത്തുന്ന ഒരു സെമിനാർ അല്ല. നേരെ മറിച്ച് യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി, ഇന്ത്യയുടെ ഭാവി, ഇന്ത്യ മഹാരാജ്യം എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാളെ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഇന്നലകൾ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നാളുകളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ബഹുമാനപ്പെട്ട കുരുവിള വർഗീസ് സാറ് ഇതേക്കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കും അതിനാൽ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമരംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതായ മൂല്യങ്ങളെല്ലാം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതേതര രാജ്യം എന്ന സങ്കല്പം തന്നെ മാറി ഒരു മതാധിഷ്ഠിത രാജ്യമായി നമ്മൾ മാറുമോ എന്ന ഭയം നമുക്കുണ്ടായിരിക്കുന്നു. ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെങ്കിലും ഇനി ഭാവിയിൽ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ഒരു ഭീതി ഇവിടുത്തെ പൗരന്മാരിലും ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ അരക്ഷിതരായി ഭയവിഹ്വലരായി കഴിയുന്നതായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലെല്ലാം നിന്നുകൊണ്ട് നമുക്ക് ഭാവി ഇന്ത്യ എങ്ങനെ ആയിരിക്കും, അതിനെ എങ്ങനെ നമുക്ക് രൂപഭേദപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കുകയും അതിനനുസൃതമായി നമ്മുടെ നിലപാടുകളെ രൂപീകരിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെമിനാർ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട കുരുവിള വർഗീസ് സാറാണ് ഇന്ന് നമ്മുടെ സെമിനാറിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ദീർഘകാലം കുവൈറ്റ് എയർവേസിൽ മാനേജരായി ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ എത്തിയ ഉടൻ തന്നെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ തിരുവല്ല ബാർ അസോസിയേഷനിനോട് ചേർന്ന് തിരുവല്ലയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ താൻ ഉൾച്ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽ തന്റെ ഉത്തരവാദിത്വം ഗൗരവമായി നിർവഹിക്കത്തക്കവണ്ണമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാകുന്നു എന്നത് നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. പ്രത്യേകിച്ച് അഭയഭവൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. YMCA, വൈസ്മെൻ, ട്രാവൻകൂർ ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ അംഗം എന്നുള്ള നിലയിൽ സജീവമായി രാഷ്ട്രീയ നിലപാടുകളോട് ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും നിയമത്തിലും
അതുപോലെ തന്നെ ജേർണലിസത്തിലും ബിരുദം നേടിയിട്ടുള്ളതായ വ്യക്തിയാണ്. മാർത്തോമ സഭയിലെ കിഴക്കൻ മുത്തൂറ്റ് സെന്റ് പോൾസ് മാർത്തോമ ഇടവകയിലെ അംഗം എന്ന നിലയിൽ വളരെ സജീവമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട കുരുവിള വർഗീസ് സാറിനെ പോലെയുള്ളവർ വളരെ ദർശനമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ ലൈറ്റ് ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ മെയിൻ ടോക്കിനായി, അതായത് ഇന്ത്യ 2024 അപ്പുറം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം എല്ലാവർക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഫോറത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ വിൽസൺ കരിമ്പന്നൂർ, ഇപ്പോൾ സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ജോർജ് യോഹന്നാൻ സാർ, അതുപോലെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിരവധിയായ പ്രഗത്ഭരായ പട്ടക്കാർ, മറ്റ് ആത്മായ നേതാക്കന്മാർ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ലൈറ്റ് ടു ലൈറ്റൺ പ്രതിവാര ചർച്ചാവേദിയുടെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന വിൽസൺ സാറിനും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസയും ഞാൻ അർപ്പിക്കുകയാണ്. 197 ആഴ്ചകൾ മുടക്കമില്ലാതെ ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോവുക എന്നത് എത്ര ശ്രമകരമാണ് എന്ന അനുഭവത്തിൽ കൂടി എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഇതിന്റെ പിന്നണി പ്രവർത്തകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ ഫോറത്തിന്റെ ചുരുക്കം ചില മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെയും യാദൃശ്ചികമായിട്ടാണെങ്കിലും സഭയുമായും സഭയുടെ ഭരണഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. അത് ഒരുപക്ഷെ ഞാൻ പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. എന്നാൽ കഴിഞ്ഞ 2 മീറ്റിങ്ങുകളിൽ അഡ്വക്കേറ്റ് പി ലാലച്ചൻ ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയും ബഹുമാനപ്പെട്ട സോണി സാറ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന അസമത്വത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചു കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ എൻ്റെ മുൻധാരണ അത്ര ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇന്ന് ഇവിടെ നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായ ശേഷം നമ്മുടെ വിരൽത്തുമ്പിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തിരഞ്ഞെടുപ്പിന് അപ്പുറമുള്ള ഇന്ത്യയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുവാനും ഈ സമയം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു യാദൃച്ഛികതയായി ഞാൻ അതിനെ കാണുകയാണ്. 2024 എന്ന വർഷം ജനാധിപത്യം എന്ന മഹത്തായ ഭരണക്രമത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആശയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഇന്ത്യ ഉൾപ്പെടെ വലുതും ചെറുതുമായ 60ഓളം രാജ്യങ്ങൾ ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഒരു അപൂർവതയാണ്. അതായത് ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന വോട്ടവകാശം വിനിയോഗിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വർഷം, ദി ഇലക്ഷൻ ഇയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വർഷമായിട്ടാണ് 2024 ചരിത്രം അടയാളപ്പെടുത്തുവാൻ പോകുന്നത്. ഇന്ത്യ ബിയോണ്ട് 2024 എന്ന് പറയുമ്പോൾ ജിയോഗ്രാഫിക്കൽ ഇന്ത്യ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനസംഖ്യയിൽ 1-ാം സ്ഥാനമുള്ള, ഭൂവിസ്തൃതിയിൽ 7-ാം സ്ഥാനമുള്ള ഇന്ത്യ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും റാൻ ഓഫ് കച്ച് മുതൽ കൊഹീമ വരെയും ഉള്ള 3.5 മില്യൺ ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഏകദേശം 122 പ്രധാന ഭാഷകളും 1500-ലധികം മൈനർ ഭാഷകളും സംസാരിക്കുന്ന വ്യത്യസ്ത മതങ്ങളും ജാതികളും വിശ്വാസങ്ങളും
ഗോത്രങ്ങളും ഇടകലർന്ന് വസിക്കുന്ന ഇന്ത്യ എന്ന മഹാവിസ്മയം. എന്നാൽ അതിനപ്പുറം ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സമത്വം, സാഹോദര്യം, ബഹുസ്വരത, ഇങ്ങനെ മഹത്തായ ഒരുപടി ആശയങ്ങളിന്മേൽ പണിതുയർത്തിയിരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്ര സങ്കല്പം, അതാണ് നമ്മുടെ ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഹ്യൂമൻ റൈറ്റ്സ് വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന സൈമൺ വോക്കർ ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, നിയമവാഴ്ച തുടങ്ങിയ ഇങ്ങനെ രാഷ്ട്ര സങ്കല്പത്തിന്റെ അടിസ്ഥാന ശിലകളായി നാം വിവക്ഷിക്കുന്ന മൂല്യങ്ങൾ പരസ്പര ബന്ധിതങ്ങളാണ്, ഒപ്പം അവ പരസ്പര പൂരകങ്ങളുമാണ്. അതായത് ദേ ആർ ഇന്റർ ഡിപ്പെൻഡന്റ് ആൻഡ് മ്യൂച്വലി ദേ റീഇൻഫോഴ്സ് ഈച്ച് അതർ. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഇഫ് യു വീക്കൻ വൺ ഓഫ് ദം ഇറ്റ് വിൽ എൻഡേഞ്ചർ ദ അതേഴ്സ്. നിങ്ങൾ ഒന്നിനെ ബലഹീനമാക്കിയാൽ നിങ്ങൾ മറ്റുള്ളതിനെ കൂടെ ബലഹീനമാക്കണം, മൊത്തം സ്ട്രക്ചറിനെ നിങ്ങൾ ബലഹീനപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് സമകാലിക രാഷ്ട്രീയ, സാമൂഹിക സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്നവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ആശങ്കകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സമഗ്രമായ ഒരു പ്രഭാഷണം എന്നതിനെ കണക്കാക്കണ്ട. തീർച്ചയായും ഇതിനുശേഷം നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് പറയുവാനുള്ള പല കാര്യങ്ങൾക്കും ഗ്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, 2024 ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കം, ഞാൻ നേരത്തെ പറഞ്ഞ ദ ഗ്രേറ്റ് ഇലക്ഷൻ ഇയർ, ഈ ലോകത്ത് അരങ്ങേറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല, ജനാധിപത്യം ആഗോളതലത്തിൽ തന്നെ വലിയ തകർച്ചയെ അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഇന്ന് ഭയങ്കര മാർക്കറ്റാണ്. പ്രീണനത്തിന് വേണ്ടി നമുക്ക് ഏതറ്റം വരെയും പോകാം എന്നുള്ള അതിന് വലിയ കയ്യടി കിട്ടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണത്തിലെ സമുന്നതമായ പദവികൾ വഹിക്കുന്ന നേതാക്കന്മാർ വരെ വിദ്വേഷ പ്രസംഗത്തിന്റെ ഭാണ്ഡക്കെട്ട് അഴിച്ചുവിടുന്നതായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ TN ശേഷനെ പോലെയുള്ള അതിപ്രഗത്ഭരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇരുന്നിട്ടുള്ള ഒരു രാജ്യമാണിത്. TN ശേഷനുമായിട്ട് വളരെ അടുത്ത് ഇടപെടുവാനൊക്കെയുള്ള അവസരം എനിക്കുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, ഓരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ ഞാൻ എപ്പോഴും വളരെ ഒരു ചിരിയോടുകൂടി ഓർത്തിരിക്കാറുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാനത്ത്, പ്രമുഖ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇപ്പോൾ എന്തെല്ലാം നടപടികൾ ഉണ്ടാകുമെന്ന് ഞാനിരുന്നു ഒന്ന് ഓർത്തു നോക്കുകയായിരുന്നു. നമ്മൾ വളരെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതായിട്ടുള്ള ഒരു കീഴടങ്ങലിന്റെ, ഒരു ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് വേരുപിടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതായിട്ട്, ഈ അഭയം തേടി വരുന്നവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തന്നെ ഇത് പറയാൻ ചിലപ്പോൾ ലജ്ജ തോന്നും. CA നിയമത്തിലെ പ്രകടമായ മതാധിഷ്ഠിത വിവേചനം മാത്രം നോക്കിയാൽ മതി. രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിലോ തുറുങ്കിലടയ്ക്കുന്നതിനോ അതിൽ അധാർമികമായി ഒന്നും കാണാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതുന്ന ഒരു കാലമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെയും രാഹുൽ ഗാന്ധിയുടെയും മഹുവ മൊയ്ത്രയുടെയും മനീഷ് സിസോഡിയയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് 24 മണിക്കൂറിന് മുമ്പ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളിനെ നേരെ പിടിച്ച് അഴിക്കുള്ളിലാക്കുക എന്നൊക്കെയുള്ള വളരെ നീചമായ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കുറ്റാരോപിതരായിട്ടുള്ളവര് ഞങ്ങളോടൊപ്പം ചേർന്നാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് നിങ്ങളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയാതെ പറയുന്ന, പത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ എഫക്റ്റ് എന്ന് പറയും, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്താണ്? അതായത് നമ്മുടെ രാഷ്ട്ര സങ്കല്പത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന, പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ജനാധിപത്യത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? ഞാൻ ഈ പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെ, ഞാൻ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് ഇത് പറയുന്നതെന്നും കൂടി ഓർക്കണം. അതായത് ട്രംപിന്റെ അമേരിക്കയില്, എർദോഗാന്റെ തുർക്കിയില്,
ജേക്കബ് സുമയുടെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിന് സമാനമായിട്ടുണ്ട്. ആ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം ഉയരുകയാണോ താഴുകയാണോ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇന്ന് സമീപകാലത്ത് പുറത്തിറങ്ങിയതായിട്ടുള്ള പല പഠനങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളുമൊക്കെ മുൻനിര ജനാധിപത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫ്രീ ഡെമോക്രസി എന്ന പദവിയിലിരുന്ന പല രാജ്യങ്ങളെയും ഇന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പാർഷ്യലി ഫ്രീ ഡെമോക്രസി എന്നോ ഫ്ലോഡ് ഡെമോക്രസി എന്നോ ഇലക്ടറൽ ഓട്ടോക്രസി എന്നോ ഒക്കെ അവരെ തരം താഴ്ത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആഗോള തരത്തിൽ ഒരു ഗ്ലോബലി ജനാധിപത്യം എന്ന സങ്കല്പത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടിവ് സൂചന മാത്രമാണ്. ഫ്രീഡം ഹൗസ് റിപ്പോർട്ടിൽ ഇന്ത്യയെ പറ്റി പറയുന്ന ഒരു വാചകം, സിവിൽ ലിബർട്ടീസ് ഹാവ് ബീൻ ഓൺ ദ ഡിക്ലൈൻ ഇൻ ഇന്ത്യ സിൻസ് 2014. ഈ 2014ന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവര് ആ റിപ്പോർട്ടിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്, ഇന്ത്യസ് ഫോൾ ഫ്രം ദ അപ്പർ റാങ്ക്സ് ഓഫ് ഫ്രീ നേഷൻസ് കുഡ് ക്രിയേറ്റ് എ മോർ ഡാമേജിങ് എഫക്ട് ഓൺ ദ വേൾഡ്സ് ഡെമോക്രാറ്റിക് സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ പറ്റി, നമ്മുടെ പാരമ്പര്യത്തെ പറ്റി എത്ര വലിയ പ്രതീക്ഷയാണ് ലോകമെമ്പാടും നിലനിൽക്കുന്നത്. ആ ഇന്ത്യക്ക് വരുന്നതായിട്ടുള്ള ഈ തകർച്ച അവരെ എത്രയോ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ കൂടെ നമുക്ക് വ്യക്തമാണ്. ഇതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഭരണകൂടം പൊട്ടിത്തെറിച്ച് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അതാണ് നാട്ടു നടപ്പ്. കാരണം നമുക്ക് സുഖിക്കാത്ത, നമ്മുടെ കാതുകൾക്ക് ഇമ്പം നൽകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരോട് വളരെ രൂക്ഷമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് ഈ റിപ്പോർട്ട് വന്നപ്പോൾ അതിന് പറഞ്ഞ മറുപടി വളരെ ഇതാണ്, വി ഡോണ്ട് നീഡ് യുവർ സെർമൺസ്, നിങ്ങളുടെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ പോയി യു ഗോ ആൻഡ് സോർട്ട് ഔട്ട് യുവർ ഓൺ ഇഷ്യൂസ് എന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രി ഒരു പ്രസ്താവനയിൽ പറയുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഈ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഗവേഷണ സ്ഥാപനമുണ്ട്. സ്വീഡനിലെ ഗോതൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമാണത്. അവരെ ഇറക്കിയ ഒരു റിപ്പോർട്ട്, വീഡം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തുടനീളം വളരെയധികം ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ടും കൂടെയാണ്. അവരെല്ലാ വർഷവും ഗ്ലോബൽ സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് ഇറക്കാറുണ്ട്. 2024 ഇറക്കിയ റിപ്പോർട്ടില് ഈ ലോക ജനാധിപത്യത്തെ കുറിച്ച് കുറെ നിരീക്ഷണങ്ങളുണ്ട് അതിനെപ്പറ്റി. അതിൽ ഒരു 2-3 വേണേൽ ഞാൻ പറയാം. അതായത് അവർ പറയുന്നത് ഒരു ശരാശരി പൗരൻ ആസ്വദിക്കുന്ന ജനാധിപത്യത്തിന്റെ ഗുണനിലവാരം, അതായത് ദ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി 1986 സമാനമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ ജനാധിപത്യം ആഗോളതലത്തിൽ, ഇന്നത്തെ ജനാധിപത്യം 40 വർഷങ്ങൾക്ക് മുമ്പത്തെ അവസ്ഥയിൽ തുടരുന്നു എന്ന്. രണ്ടാമത് പറയുന്നത് ലോക ജനസംഖ്യയുടെ 4/3 ഭാഗവും യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വേച്ഛാധിപത്യത്തിലാണ് ജീവിക്കുന്നത്. ജനാധിപത്യം എന്ന് പുറമേ പറയുന്നുവെങ്കിലും സ്വേച്ഛാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളത്. മൂന്നാമത്തെ കമന്റ്, ലോകമെമ്പാടും ജനങ്ങൾക്ക് ജനാധിപത്യത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ജനാധിപത്യ സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ് എന്നും കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 969-70 ദശലക്ഷം വോട്ടർമാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് വാഴ്ത്തപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ ഡെമോക്രസി, ഫെഡറലിസം, സെക്യുലറിസം, സോഷ്യലിസം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി മുതലായ ഭരണഘടനാ മൂല്യങ്ങളുടെ ഗുണനിലവാരം എങ്ങനെയുണ്ട് എന്നുള്ള പരിശോധനയാണ് നാം നടത്തേണ്ടത്. ഈ മദർ ഓഫ് ഡെമോക്രസി എന്നൊക്കെയുള്ള റട്ടറിക്കൊക്കെ കേൾക്കാൻ വളരെ സുഖമാണ്. പക്ഷെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെ 4 തരം ഡെമോക്രസികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒന്ന് ലിബറൽ ഡെമോക്രസി, ഇലക്ടറൽ ഡെമോക്രസി, ഇലക്ടറൽ ഓട്ടോക്രസി ആൻഡ് ക്ലോസ്ഡ് ഓട്ടോക്രസി. ഇതിൽ മൂന്നാമത്തെ ഗണത്തിലാണ്, അതായത് ഇലക്ടറൽ ഓട്ടോക്രസി എന്ന ഗണത്തിലാണ് ഈ റിപ്പോർട്ടിൽ ഇന്ത്യയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ
നമ്മൾ ചോദിക്കാം, തെരഞ്ഞെടുപ്പല്ലേ ജനാധിപത്യത്തിന്റെ നേരടയാളം? ഇവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടല്ലോ, ഇന്നലെയും നമ്മൾ വോട്ട് ചെയ്തതാണല്ലോ. ശരിയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണോ എന്നൊരു ചോദ്യം അതിനോടൊപ്പം നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ സ്വതന്ത്രമാണോ, നീതിപൂർവമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമാണോ? നേരത്തെ ഒന്ന് റെഫർ ചെയ്തതായത് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? വിരുദ്ധ ചേരികളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവര് നിശബ്ദരാക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇലക്ടറൽ ഓട്ടോക്രസിയുടെ ലക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഉള്ള ഉത്തരം എന്താണ് ഈ സർവേയിൽ കണ്ടെത്തിയത് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. കാരണം നമ്മളെ 3ാമത്തെ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ വേറൊരു ഭാഗത്ത് പറയുന്നത് 180 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയിലെ 104ാം സ്ഥാനത്താണ് ഇന്ത്യൻ ജനാധിപത്യം നിൽക്കുന്നത്. 180 പേരുടെ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 104ാമതാണ് ഇന്ത്യൻ ജനാധിപത്യം നിൽക്കുന്നത്. 180 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 161ാമതാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇവരുടെയൊക്കെ പൊസിഷൻ ഇതിനെക്കാട്ടിൽ ബെറ്റർ ആണ് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അതായത് നമ്മുടെ ഭൂരിഭാഗം മാധ്യമ സ്ഥാപനങ്ങളെയും സർക്കാർ അവരുടെ വരുതിയിലാക്കി കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഗോധി മീഡിയ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അതായത് ഈ സർക്കാരിന്റെ പാദസേവകരായി ഓച്ചാനിച്ച് നിൽക്കുന്ന മാധ്യമങ്ങളെ പരിഹസിച്ച് പറയുന്ന ഒരു പേരാണത്. നമുക്കറിയാം, രാമക്ഷേത്രത്തിന്റെ പൂജ നടക്കുന്ന ദിവസം നമ്മുടെ ഇന്ത്യയിലെ ചാനലുകളിൽ കാവി തലേക്കെട്ടുമായി വന്നിരുന്ന ചാനൽ ചർച്ചകൾ നയിക്കുകയും ന്യൂസ് വായിക്കുകയും ചെയ്ത ആങ്കർമാരും ന്യൂസ് റീഡർമാരും നമുക്ക് ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ നമുക്കിടയായിട്ടില്ല. അതുകൊണ്ട് എത്രമാത്രം ഭരണവർഗത്തിന് വിധേയപ്പെട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പോകുന്നതെന്നും അവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടതാണ്. അതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നവര് BBC അറിയാം, നിങ്ങൾക്കറിയാം, BBC ഇവിടുന്ന് കെട്ടും കെട്ടി ഇവിടുന്ന് പുറത്തുപോയി. അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക്. അത് വളരെ എളുപ്പമാണ് ഒരു ഭരണവർഗത്തെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർ വിൽസൺ കരിമ്പന്നൂർ ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. ഏഷ്യാനെറ്റിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. അത് ഒരു പൊതു വിഷയത്തിലേക്ക്, ഒരു സമകാലിക പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുകയും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതായത് അവരുടെ ഭരണം നിർവഹിക്കുന്നവരുടെ വരുതിയിൽ വരാത്ത മാധ്യമ പ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും നിശബ്ദരാക്കാൻ മാനനഷ്ട കേസ് മുതൽ രാജ്യദ്രോഹ കുറ്റം വരെ മാത്രമല്ല അതുക്കും മേലെ ഏതറ്റം വരെ പോകും എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ദബോൽക്കറിന്റെയും ഗൗരി ലങ്കേഷിന്റെയും സിദ്ദിഖ് കാപ്പന്റെയും സ്റ്റാൻ സ്വാമിയുടെയും കൽബുർഗിയുടെയും പൻസാരയുടെയും ഒക്കെ കഥകൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളെ നിശബ്ദരാക്കുന്നതിനോടൊപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തലയുയർത്തി നിന്ന പല സ്ഥാപനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്ത് കീഴടക്കുന്ന ഒരു പ്രവണതയും കൂടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ് വസ്തുത. സർക്കാരിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കാൻ സാധ്യതയുള്ള സർക്കാരിന്റെ തന്നെ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കുക എന്നൊരു നയം ഇവിടെ സ്വീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം നമുക്കുണ്ട്. 1930 മറ്റോ സ്ഥാപിച്ചതാണ്. ലോകപ്രസിദ്ധമാണ്. ലോകപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡാറ്റ സ്ഥിതിവിവര കണക്കുകൾ നൽകുന്ന ഒരു സ്ഥാപനം ലോകത്ത് വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ഥാപിക്കുവാനായിട്ട് കൺസൾട്ടേഷന് വേണ്ടി സമീപിച്ചിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് എന്നുള്ളത് പറയുമ്പോൾ അതിന്റെ വിശ്വാസ്യത എത്ര വലുതാണ്, അതിന്റെ ക്വാളിറ്റി എത്ര പകരം വയ്ക്കാനില്ലാത്ത നിലയിലുള്ളതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, ഈ സ്ഥാപനം ഇന്ന് വലിയ തകർച്ചയുടെ വക്കിലാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സർക്കാരിന്റെ പല അവകാശവാദങ്ങളും അവരെ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയുമായിട്ട് ഒത്തുപോകുന്നില്ല. തൊഴിലില്ലായ്മയെ പറ്റി
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റി, വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ പറ്റി, വൈദ്യുതി മുതൽ കക്കൂസ് വരെയുള്ള സർക്കാരിന്റെ പല ഡാറ്റകളും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? അപ്പോൾ ഈ സ്ഥാപനത്തെ പൊളിച്ചെടുക്കുക. അതിന്റെ അവിടെ കാരണം പറയുന്നത് അവിടെ ഭരണസമിതിയിലെ തർക്കങ്ങളെന്നോ ഫണ്ട് വിനിയോഗമെന്നോ ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇതുപോലെയുള്ള നശീകരണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പല യൂണിവേഴ്സിറ്റികൾ, JNUവിന് നേരെ, ജാമിയ മിലിയയുടെ നേരെ, അതുപോലെ വളരെ പ്രശസ്തമായ മറ്റ് യൂണിവേഴ്സിറ്റികൾ, IIT പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇവരെല്ലാം ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ പല സ്ഥാപനങ്ങളും, ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതെ, അതുപോലെ ആന്റി കറപ്ഷൻ ബ്യൂറോ, ഇതുപോലെയുള്ള പല സ്ഥാപനങ്ങളിലും ഈ പ്രതിസന്ധി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പബ്ലിക് ലോ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായ തരുണാബ് ഖൈത്താൻ എഴുതിയ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ലേഖനം അടുത്തിടെ വായിക്കാനിടയായി. അതിന്റെ തലക്കെട്ട് കില്ലിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് 1000 കട്ട്സ് എന്നാണ് അതിന്റെ തലക്കെട്ട്. അദ്ദേഹം പറയുന്നത് ഒറ്റ വെട്ടിന് കൊല്ലുക എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ ഏകാധിപതികളുടെ ശൈലിയാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിലെ ഏകാധിപതികൾ കുറെ കൂടെ സ്മാർട്ടാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏകാധിപതികൾ ജനാധിപത്യത്തിന് നേരെ തുറന്ന ആക്രമണം നടത്തുകയും അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, 75-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒരു മറയുമില്ലാതെയായിരുന്നു. ജനാധിപത്യത്തോടുള്ള തുറന്ന വെല്ലുവിളിയാണെന്നും അത് ഏകാധിപത്യത്തിലേക്കുള്ള വരവറിയിക്കുന്ന ഒരു കാഹളമാണ് മുഴങ്ങുന്നതെന്നും മനസ്സിലാക്കുവാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അങ്ങനെയില്ല എന്ന് സ്ഥാപിക്കാൻ അവരോട്ട് ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ ഈ നൂറ്റാണ്ടിലെ ഏകാധിപതികൾ, നമ്മുടെ മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിയെ പോലെയുള്ള ഇരുത്തം വന്ന ജേർണലിസ്റ്റുകള് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്വാസി ഓട്ടോക്രാറ്റ്സ് എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അവർ പറയുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏകാധിപത്യമാണെന്ന് ആർക്കും പ്രത്യക്ഷത്തിൽ തോന്നുകയില്ല. അവർ ചിലപ്പോൾ ചരിത്രത്തെ കൂട്ടുപിടിക്കും, ഇന്ത്യയുടെ മുൻ പ്രാചീന ഭാരതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ അവർ നിർത്തും. പക്ഷേ അവർ ചെയ്യുന്നത് കറതീർന്ന ഓട്ടോക്രസിയാണ് എന്നുള്ളതാണ് വസ്തുത. ഒരു ജനാധിപത്യത്തിന്റെ ഒരു പുറന്തോട് അവരവിടെ നിലനിർത്തിയേക്കും. ഒരു ഭരണഘടനയുടെ ഒരു പുറംചട്ട അതുപോലെ തന്നെ വെച്ചേക്കും. എന്നിട്ട് തങ്ങളുടെ ഏകാധിപത്യ അജണ്ടകളെ വെള്ളപൂശുന്ന തൊടുന്യായങ്ങൾ നിരത്തി അവരുടെ പ്രവർത്തികളെ അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അവിടെ ചെങ്കോൽ സ്ഥാപിക്കലും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയും ഒക്കെ ഇങ്ങനെ കൃത്യമായി ഡിസൈൻ ചെയ്ത പരിപാടികളായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. തരുണാബ് ഖൈത്താന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഡൽഹിയിലെ തെരുവുകളിൽ നിങ്ങൾ പട്ടാള ടാങ്കുകൾ കാണത്തില്ല. അവിടെ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾ സ്വതന്ത്രമാണ്. ന്യൂസ് മീഡിയയുടെ ബ്രോഡ്കാസ്റ്റിംഗ് വാനുകളോ അവരുടെ എക്യുപ്മെന്റ്സോ ഒന്നും ആരും പിടിച്ചെടുക്കുന്നില്ല. ഒരു അടിയന്തരാവസ്ഥയും രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുമില്ല. തെരുവിൽ എവിടെ നോക്കിയാലും സൈന്യത്തെ കാണാനുമില്ല. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അടിത്തട്ടിൽ വളരെ സജീവമാണ്. ഇതാണ് വ്യത്യാസം. അതായത് ഒരു നിയന്ത്രിതമായ ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനും മാത്രമുള്ള ജനാധിപത്യം ഇവിടെ ഉണ്ട്. ഇവിടെ പ്രതിപക്ഷത്തിന് പോലും വളരെ നിയന്ത്രിതമായ ഒരു സ്പേസ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അവസ്ഥ. നമ്മൾ സെക്യുലറിസത്തെ കുറിച്ച് ചിന്തിച്ചാൽ, സെക്യുലറിസത്തിനെ സംബന്ധിച്ച് നമ്മളുടെ ഭരണകർത്താക്കളുടെ നിലപാട്, പരമ്പരാഗതമായിട്ടുള്ള നിലപാട് വളരെ പ്രസിദ്ധമാണ്. നമുക്കറിയാം, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട്, ഒരു തിയോക്രാറ്റിക് നേഷനായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതിനവർ പ്രതിജ്ഞാബദ്ധരാണ്. 2014 മുതലുള്ള 5 വർഷങ്ങൾ ഏതാണ്ട് ഡിസ്ക്രീറ്റ് ആയിട്ടായിരുന്നു ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ 2019 ഒരു 2ാം ടേം കിട്ടിയ കഴിഞ്ഞപ്പോൾ എല്ലാം മറയും മാറ്റി ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിലുള്ള നടപടികളിലേക്ക് അവർ കിടക്കുകയായിരുന്നു. കാശ്മീരിന്റെ വിഷയത്തില്, ബാബറി മസ്ജിദിന്റെ വിഷയത്തില്, CAA NRC പോലെയുള്ള കാര്യങ്ങളിൽ ഇതൊന്നുമല്ലാതെ നമ്മുടെ സത്വത്തെ ചോദ്യം ചെയ്യുന്ന എത്രയോ കടന്നുകയറ്റങ്ങൾ ഈ കാലയളവിൽ നടന്നിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്ന ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പറയാമെങ്കിലും ഫലത്തിൽ
നാം അതിന് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ഔപചാരിക പ്രഖ്യാപനവും പടക്കം പൊട്ടിക്കലും പടമെടുക്കലും ഒക്കെ അല്പം കൂടി വൈകിയേക്കാം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 2022 കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഓഗസ്റ്റ് മാസത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം MP മാർക്കെല്ലാം മനോഹരമായ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പി സമ്മാനിച്ചു. സാധാരണ ഗിഫ്റ്റ് ഒക്കെ കിട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി തുറക്കാറുണ്ട്. അവിടെ ആരോ തുറന്നു നോക്കി ആദ്യത്തെ പുറത്തേക്ക് നോക്കിയപ്പോൾ പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ നോക്കിയപ്പം പെട്ടെന്ന് അതിനകത്ത് സോഷ്യലിസവും ഇല്ല, സെക്യുലറിസവും ഇല്ല. ആ രണ്ട് വാക്കുകൾ ഇല്ലാതെയുള്ള പ്രിയാമ്പിൾ അടിച്ച ഭരണഘടനയാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ MP മാർ ചൂണ്ടിക്കാണിച്ചു. പിന്നെ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി, വിവാദമായി. അപ്പോൾ ഇത് ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയതാണ്. ഭരണഘടനയുടെ ഒറിജിനൽ വേർഷനാണ് വിതരണം ചെയ്തെന്നും അതിൽ സെക്യുലറിസം ഇല്ലായിരുന്നു എന്നുമാണ് വാദം. അത് അത്രയ്ക്ക് നിഷ്കളങ്കമായി നമുക്ക് കരുതാവുന്ന കാര്യമല്ല. സെക്യുലറിസത്തോട് മാത്രമല്ല, ഭരണഘടനയോട് തന്നെ അവർക്കുള്ള ചരിത്രപരമായ അനിഷ്ടം അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് വെറുതെ ചുമ്മാതെ സംഭവിച്ചതല്ല എന്നുള്ളത്. നോക്കൂ, ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കുക എന്നുള്ള അജണ്ട പൗരത്വ നിയമത്തിലൂടെ, ഒരു നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുവാൻ അവർ ഒരു പരിധിവരെ ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആസാമിലെ കാര്യം നോക്കുക. ഒരു കാരണവശാലും തങ്ങളുടെ വലയിൽ വീഴില്ല എന്ന് ഉറപ്പുള്ള ഒരു വിഭാഗത്തിലെ 19 ലക്ഷം പേരെ NRCയിലൂടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവർക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് രാജ്യം ഉറ്റു നോക്കുകയാണ്. ഇത് ആസാമിലെ മാത്രം ഉദാഹരണമാണ്. നാളെ ഇത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കാം. ഇത് എവിടെ ചെന്നെത്തും എന്നുള്ളത് നമ്മൾ വളരെ ആശങ്കയോടെ കാണേണ്ട ഒരു വിഷയമാണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഫെഡറലിസം വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. മെച്ചപ്പെട്ട കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ രാജ്യത്തിന്റെ നാനാത്വവും പ്രാദേശിക തനിമയും നിലനിർത്തുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ഭരണഘടനയിൽ സഹായമായ പല സംവിധാനങ്ങളും ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ അത് പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ലെജിസ്ലേറ്റീവ് പവേഴ്സിന്റെ തരംതിരിക്കലുകൾ അതിനുവേണ്ടി വിഭാവന ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അധികാരം ഡൽഹിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനുള്ള ഗൂഢപദ്ധതി ഇവിടെ നടക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഗവർണർമാർ സർക്കാരുകൾക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നത് അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കേരള സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയത് നമ്മൾ കണ്ടതാണ്. അതായത് ടാക്സ് പൂളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം പെട്ടെന്ന് വെട്ടിക്കുറച്ചതും അതിനെ ഉപോത്ബലകമായി അവരെ ചൂണ്ടിക്കാണിച്ച ന്യായങ്ങളും ഒരു രാജ്യത്തും സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കേരളം പോലെയുള്ള സ്റ്റേറ്റുകളെ അകാരണമായിട്ട് ശിക്ഷിക്കുന്ന നിലയിലുള്ള നിയമത്തിലെ മാറ്റങ്ങളും മറിച്ചിലുകളും ഇത് ഫെഡറലിസത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണ് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ പ്രിയപ്പെട്ട സോണി സാറ് വർദ്ധിച്ചു വരുന്ന ഇൻഇക്വാളിറ്റിയെ കുറിച്ച് ഇവിടെ വിശദമായി സംസാരിച്ചതാണ്. വളരെ ഭയാനകമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവർ വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, റിച്ച് ആൻഡ് പുവർ, ഇത് നമ്മുടെ രാജ്യത്ത് വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും അൺഈക്വൽ ആയിട്ടുള്ള സാമ്പത്തിക രംഗം ഉള്ള ഒരു രാജ്യമാണ്. ഇത് ഒരു പുതിയ പ്രതിഭാസമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും 1991 നവസാമ്പത്തിക നയവ്യതിയാനങ്ങൾക്ക് ശേഷം സമ്പത്ത് വളരെ കൂടിയ നിരയിൽ ചില വ്യക്തികളുടെ കൈകളിലേക്ക്, ഒരു ചെറിയ ശതമാനം ജനങ്ങളിലേക്ക് കുമിഞ്ഞുകൂടുന്നതിന്റെ തോതും വേഗതയും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷമാണ് ഒരുപാട് ബില്യനേഴ്സ് ഇവിടെ ഉദയം ചെയ്ത കാര്യമൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. വ്യക്തികൾ ലോകത്തിലെ തന്നെ സമ്പന്നരുടെ നിലയിലേക്ക് പെട്ടെന്ന്
കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഉയർന്നു വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഉയർന്ന മറ്റൊരു കാര്യം ഇന്ത്യ മഹാരാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ഈ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിത്തം. അതായത് ചില കേന്ദ്രങ്ങളിൽ എനിക്കങ്ങ് ഡൽഹിയിലാണ് പിടി എന്ന സിനിമയിൽ പറയുന്ന പോലെ നമുക്ക് നല്ല പിടിയുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടുകളും പോർട്ടുകളും നമുക്ക് വലിയ കോൺട്രാക്റ്റുകളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പണം വന്നുള്ളൂ. ഇതുവരെ അറിയപ്പെട്ടിട്ടില്ലാത്ത പലരും പെട്ടെന്ന് ധനികന്മാരാകുന്നതും UNDP-യുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ പുതുതായിട്ട് 40 ബില്യനേഴ്സ് ഉദയം ചെയ്തപ്പോൾ അതേ കാലയളവിൽ 46 മില്യൺ ആൾക്കാർ പോവർട്ടി ലൈനിന് താഴേക്ക് പോയതും കൂടെ സംഭവിച്ചു എന്നുള്ളതാണ്. വളരെ സൈമിൾട്ടേനിയസ് ആയിട്ട് സംഭവിച്ച കാര്യമാണ്. ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം ധനികർ കൂടുതൽ ധനികരാകുകയും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായി തീരുകയും ചെയ്യുന്ന പ്രതിഭാസം ഇവിടെ എത്രമാത്രം ശക്തമാണ് എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ 2 ദശകങ്ങളിലെ കണക്കനുസരിച്ച് എടുത്താൽ നമ്മൾ ജനറേറ്റ് ചെയ്ത സമ്പത്ത് രാജ്യത്തെ 1% ജനങ്ങളിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. 91-ന് ശേഷം സോഷ്യലിസം, ഇക്വാളിറ്റി തുടങ്ങിയ വാക്കുകളൊന്നും നമ്മൾ അറിയാതെ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 91-ലെ സാമ്പത്തിക നയത്തിന് ശേഷം ഈ വിടവ് കുറച്ചു കൊണ്ടുവരുവാനുള്ള കാര്യമായ ശ്രമങ്ങൾ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ എലിമെന്റ്സും ഞാൻ ടച്ച് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ വിലപ്പെട്ടതെന്ന് കരുതിയിരുന്ന മൂല്യങ്ങൾക്ക്, ഭരണഘടനാ മൂല്യങ്ങൾക്ക്, രാഷ്ട്രസങ്കല്പത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും ഭീഷണി നേരിടുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഒരു തിയോക്രസിയിലേക്കുള്ള ഇന്ത്യയുടെ രൂപാന്തരം വളരെ ത്വരിതപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനിയും നാം കാണാൻ പോകുന്നത്. ഭരണഘടനയുടെ പുറന്തോട് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിന്റെ അന്തസ്സത്തെ അപ്രസക്തമാക്കുന്ന കൗശലമേറിയ ഒരു ഭരണ രീതി ആയിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ മത, ഭാഷ, സാംസ്കാരിക വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അപകടകരമായ ശ്രമങ്ങളെ അത്യന്തം ആശങ്കയോടെ നാം നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അത്യാവശ്യം സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫോർ വാണ്ട് ഈസ് ഫോർ ആംഡ് എന്നൊരു പറച്ചിലുണ്ട്. അതായത് ശത്രുവിനെ അറിയുക, ശത്രുവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുക എന്നത് യുദ്ധമുഖത്ത് സർവൈവലിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരാതന ചൈനയിലെ പ്രശസ്തനായിട്ടുള്ള തത്വചിന്തകൻ ആർട്ട് ഓഫ് വാർ പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ സൺ സു പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു നോ യുവർ എനിമി ആൻഡ് യു നോ യുവർ സെൽഫ് യു നീഡ് നോട്ട് ഫിയർ. അതായത് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സർവൈവലിന് വളരെ പ്രയോജനപ്പെടും എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് ഞാനിത്. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെ നടക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ള നിഷ്ക്രിയരായിരിക്കുകയല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും വേദോത്സവത്തിൽ ഒരു വാക്യമുണ്ട്, കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ശത്രു എളുപ്പത്തിൽ കബളിപ്പിക്കാതിരിക്കണമെങ്കിൽ അവന്റെ തന്ത്രങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു ഫോർ ആംഡ് ആയിട്ടിരിപ്പാൻ തക്കവണ്ണം ഇതുപോലെയുള്ള ചർച്ചകൾ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഇതുപോലെയുള്ള നവമാധ്യമ കൂട്ടായ്മകൾ അറിവുകളും ആശങ്കകളും പങ്കുവയ്ക്കാനുള്ള വേദികളായി തീരട്ടെ. 75-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയിൽ കൂടി ഇന്ത്യൻ ജനതയെ പദം വരുത്തി ആധിപത്യം ഉറപ്പിച്ച ശേഷം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വോട്ടർമാർ അവരുടെ പ്രതികരണ ശേഷി തെളിയിച്ചതാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ഇനിയും പ്രതികരിക്കുവാൻ അവർ ശക്തരാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിന് ഇന്ത്യൻ ജനതയ്ക്ക് ഉള്ള ശക്തിയും പ്രതീക്ഷയും ഇതുപോലെയുള്ള യോഗങ്ങളിൽ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാർ. വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട സാറ് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി.
അതേക്കുറിച്ച് നമുക്ക് ചർച്ചകൾക്കുള്ള സമയമുണ്ട്. വളരെ ഭീതിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടനയെയും നിയമ സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയി നിലനിൽക്കേണ്ടതായ ജുഡീഷ്യറി പോലും ഈ കാലങ്ങളിൽ എത്ര കണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്ന സംശയം ഉണ്ടാവുന്നുണ്ട്. ബാബറി മസ്ജിദ് വിധി നിയമത്തിന്റെ ദർശനങ്ങളെ റദ്ദ് ചെയ്ത് വിശ്വാസത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ജുഡീഷ്യൽ രംഗത്ത് പോലും വലിയ മതാധിഷ്ഠിതമായ ഒരു തിയോക്രാറ്റിക് ആയി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്തു വരുന്ന വിധികൾ പോലും നമുക്ക് ആശാവഹങ്ങളല്ല. ഏതെങ്കിലും പുരാവസ്തു പണ്ട് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെയൊക്കെ തൽസ്ഥിതി തുടരട്ടെ, അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും പോകുന്നു എന്ന അതിഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. സാറ് പല വിഷയങ്ങളിലേക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തന്നിരുന്നതായ പല മൂല്യങ്ങളും ഇന്ന് വെല്ലുവിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പൗരത്വ നിയമത്തിലൂടെ ഒരു ജനവിഭാഗത്തെ തന്നെ മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വിഷയം നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും നമുക്ക് ലഭിക്കുന്നതായ മേഖലകളിൽ ഈ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുകയും നമ്മളുടെ പ്രൊട്ടസ്റ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. നിശബ്ദരായിരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അഭിമന്യ പൗലോസ് മാർ തിരുമേനിയുടെ പുസ്തകത്തിന്റെ പേരാണ് നിശബ്ദരായിരിക്കുവാൻ നമ്മൾക്ക് എന്ത് അധികാരം എന്നുള്ള പുസ്തകം. അതുകൊണ്ട് നമുക്ക് നിശബ്ദരായിരിക്കുവാൻ അവകാശമില്ല. ഇതെല്ലാം കണ്ട് ഭയചകിതരായി ഉള്ളിലൊളിക്കുക എന്നുള്ളതല്ല ആവശ്യമായിട്ടുള്ളത്. നേരെ മറിച്ച് ഈ സാഹചര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും അതിനനുസൃതമായ നിലപാടുകൾ എടുക്കുവാനും ആ തരത്തിലേക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ചയ്ക്ക് പങ്കെടുക്കുക, കൂടുതൽ ഇതിനോട് ചേർക്കുവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിനുവേണ്ടി ചാറ്റ് ബോക്സിൽ ഹാൻഡ് റൈസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതിനു മുമ്പായിട്ട് അടുത്ത നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയുവാൻ വേണ്ടി അനൗൺസ്മെന്റിനായി VI ജേക്കബ് സാറിനെ ഏറ്റവും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ഗുഡ് ഈവനിങ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. അടുത്ത വെബിനാർ 198ാമത് വെബിനാറാണ്. അത് മെയ് 5-ാം തീയതി സാറ്റർഡേ പതിവ് പോലെ 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കും. അന്ന് മെയിൻ ടോക്ക്, പ്രധാന വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ PM മാത്യു ആയിരിക്കും. അന്നത്തെ വിഷയം നമ്മുടെ മൗലിക അവകാശങ്ങളും ഇന്ത്യയിലെ സമകാലിക പീഡന പരമ്പരകളും, അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് പ്രസന്റ് സിനാരിയോ ഓഫ് പെർസിക്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതായിരിക്കും അന്നത്തെ വിഷയം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായ വിഷയങ്ങളുമായി അതിൻ്റെ അനുബന്ധമായിട്ട് അതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഈ വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കണം. വിഷയം അവതരിപ്പിക്കുന്ന ശ്രീ PM മാത്യു, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് ഡയറക്ടർ ഫിലാന്ത്രോപ്പി, അതായത് സമസൃഷ്ടി സ്നേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹം തിയോളജിയിലെ ബിരുദം നേടിയിട്ടുണ്ട്. സോഷ്യോളജിയിലും ക്രിസ്ത്യൻ സ്റ്റഡീസിലും ബിരുദാനന്തര ബിരുദമുണ്ട്. വേൾഡ് വിഷൻ പ്രോഗ്രാമിന്റെ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. സാൾട്ട് ഇനിഷ്യേറ്റീവ്സിലെ പ്രോഗ്രാം കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. മാനുഷിക ബന്ധങ്ങളും യാത്രകളും
ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കണം. അടുത്ത വെബിനാറിലേക്ക് എവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും ഈ വെബിനാറിൽ പ്രവേശിക്കാവുന്നതാണ്. ഇത്രയും ആണ് അനൗൺസ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു VI ജേക്കബ് സാർ. നമുക്ക് ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ഇതിനോട് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ചോദ്യം രൂപേണ ചോദിക്കുകയോ ചെയ്യാം. ആദ്യമായി ചാറ്റ് ബോക്സിൽ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും ലൈറ്റ് ടു ലൈറ്റിന്റെ അഡ്മിൻ കൂടിയായിട്ടുള്ള ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. സാറിനെ പ്രതികരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സാർ. ഈ സാറിന്റെ അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാറിന്റെ പ്രഭാഷണം ഞാൻ ആദ്യം മുതലേ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 180 രാജ്യങ്ങളിലെ ജനാധിപത്യത്തിനെ ഒരു മാർക്ക് ഇട്ടപ്പോൾ നമ്മൾ 104ാമത്തെ സ്ഥാനത്താണെന്ന് സാർ പറയുന്നു. അതുപോലെ 180 രാജ്യങ്ങളുള്ളതിലെ മാധ്യമ സ്വാതന്ത്ര്യം 169ാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത്. നമ്മളാണേല് ഡെമോക്രസിയുടെ മാതാവ്, ജനാധിപത്യത്തിന്റെ പിള്ളത്തൊട്ടില് ഇനി ഇല്ലാത്ത പറയാൻ ഒരു പേരുമില്ല. അതുപോലെ നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ജനാധിപത്യത്തിന്റെ മൊത്തവ്യാപാരം നമ്മുടെ തലയിലാണെന്നുള്ള മട്ടിൽ വളരെ വേദനയോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ പോക്കില്, വിഷമത്തോടുകൂടി. ഇപ്പം ദൂരദർശന്റെ കളർ കാവ്യവൽക്കരിക്കപ്പെട്ടത് ഈ അടുത്ത സമയത്ത് വലിയൊരു വിഷയമാണ്. ഈ അയോധ്യ മന്ദിരത്തിന്റെ പ്രതിഷ്ഠാൻ സമയത്ത് ഞാന് ബോംബെ എയർപോർട്ടില് ഇന്റർനാഷണൽ എയർപോർട്ട് ഞാൻ വിദേശത്തോട്ട് പോകാനായിട്ട് ചെന്നപ്പോഴ് ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടില് വാട്ടർ ഫൗണ്ടൻസ് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്ന, വെള്ളം ഡാൻസ് ചെയ്യുന്ന പലവിധമായ കളറുകൾ. ആദ്യം നീല വരും, പച്ച വരും, മഞ്ഞ വരും, ഇങ്ങനെ മാറി മാറി കളറുകൾ വരുന്ന ഫൗണ്ടന്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന ആള്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ആ കളറുകളൊന്നും മാറുന്നില്ല. ഫൗണ്ടനും ഉണ്ട്, നിറവുമുണ്ട്, കാവി നിറം മാത്രം. സത്യത്തില് ഒരു എയർപോർട്ട്, ആ എയർപോർട്ട് നടത്തുന്ന ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. സാർ അതിനെ പറ്റി പറയാതെ പറഞ്ഞു. യാതൊരു പ്രാഗൽഭ്യം ഇല്ലാത്തവർക്കും കോൺട്രാക്ട് കിട്ടും. ആ രംഗത്ത് ഒരു പ്രാഗൽഭ്യവും വേണ്ട, നേതൃത്വത്തിന്റെ നല്ല ബുക്കിൽ പെട്ടാ മതി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എന്തിനെയായിരുന്നു സാറ് ഉദ്ദേശിച്ച്? അതേ വ്യക്തിക്ക് കിട്ടിയ അതേ എയർപോർട്ടില് ആ ദിവസങ്ങളിലെല്ലാം കാവ്യ വാട്ടർ ഫൗണ്ടൻ ആയിരുന്നു നമ്മൾ കണ്ടത്. പിന്നെ തുറന്ന ഗവർണർമാരുടെ യുദ്ധം. ഇതുപോലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥ വളരെ ശോചനീയ. ഈ 2024 ശേഷം എന്ന് പറയണ്ട, 2019 ശേഷം എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2024 അപ്പുറം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആകുലപ്പെടുത്തുന്നത് ഒരു മതരാഷ്ട്രമായി മാറുമോ എന്നുള്ള പേടിയാ. അത് സത്യമാണ്. മതരാഷ്ട്രമായി കഴിഞ്ഞാല് ലോകത്തിലെ മുഴുവൻ മതരാഷ്ട്രങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അതിനെപ്പറ്റി പഠിച്ചവർക്കും പഠിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് ഈ വിഷയങ്ങളിലുള്ള ബോധവൽക്കരണം വളരെ അനിവാര്യമാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് ഈ ബോധവൽക്കരണ കാര്യത്തെ നമ്മൾ പറയില്ല. സാറ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് ജനം ആ സർക്കാരിനെ തൂത്തെറിഞ്ഞു എന്നതായിട്ട് സാറ് പറഞ്ഞു. പക്ഷെ നമ്മുടെ സ്റ്റേറ്റില്, കേരളത്തില് നേരെ തിരിച്ചാ. 20ൽ 20 അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ജയിച്ചത്. ഇതാണ് നമ്മുടെ ഒരു അവയർനെസ്. നമുക്കൊരു വിചാരമാണ് നമ്മളെല്ലാവരും വലിയ മിടുക്കന്മാരാണ്. പക്ഷെ വളരെ വൈകിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് എനിക്ക് പറഞ്ഞതിൽ വേദനയുണ്ട്. കാര്യം ഞാൻ ഉദാഹരണ സഹിതം അനേക വിഷയങ്ങൾ പറയും. ഉത്തരേന്ത്യക്കാരെ നമ്മൾ പൊതുവെ വിവരമില്ലാത്തവരും വലിയ ഇതില്ലെന്നൊക്കെ പറഞ്ഞാലും അവർ പെട്ടെന്ന് ഒരു പൾസ് മനസ്സിലാകും. ആ ഒരു അപകടമാണെന്ന് കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. എന്നാല് നമ്മളെ പോലുള്ളവര് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും.
അതിനകത്ത് ആത്മീയത കാണും, പിന്നെ മാന്യത കാണും, അത് കാണും, ഇത് കാണും ഒക്കെ പറഞ്ഞു ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഈ അപകടത്തിലേക്ക് നമ്മളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ച അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നല്ല പ്രഭാഷണമായിരുന്നു. നല്ല മിക്കവാറും അല്ല, പ്രത്യേകിച്ച് ഈ ഗൗരി ലങ്കേഷ്, MM കൽബുർഗി, പൻസാര, നരേന്ദ്ര ദബോൾക്കറിന്റെ ഒക്കെ അവസ്ഥ എത്ര ഭീകരമായ രീതിയിൽ ആ ദിവസങ്ങളിൽ നമ്മളുടെ ഇവരെയൊക്കെ വെടിവെച്ച് വന്നെന്നറിയാവോ? അത് നമുക്കൊന്നും ഒരു വലിയ ഒട്ടും വേദന ഉണ്ടായില്ല. എനിക്കാണെങ്കിൽ 2 ദിവസത്തേക്ക് ഈ ഗൗരി ലങ്കേഷിന്റെ ആ 2 ദിവസത്തേക്ക് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചു പോയ ദിവസങ്ങളാണ്. കാര്യം എത്ര മഹനീയമായ രീതിയിൽ പ്രവർത്തിച്ച ഒരാളെ ഒരു വെടിയുണ്ട കൊണ്ട് തീർത്ത് കളഞ്ഞു. വലിയ അപകടത്തിലേക്കാണ്. ഞാൻ 2-3 ചോദ്യങ്ങള് പറയുന്നത്. സാറ് ഈ പറഞ്ഞതിനകത്തൊക്കെ ഉള്ള കാര്യം, നമ്മൾ ഈ 2024 പോകുമ്പോൾ ഇന്ന് ജനം ഭയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഇവിടുത്തെ ED, CBI പോലുള്ള ഒരു സംഭവത്തെ അവരെ ഉപയോഗിച്ച്, അതായത് നിയമപാലകരെ കൊണ്ടാണ് ഇവിടെ ഈ സർവ ജനാധിപത്യ ധ്വംസന നടപടികൾ നടക്കുന്നത്. അതിനെ ഭയപ്പെട്ടാണ് പലരും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഭയപ്പെടുന്നവർക്കൊക്കെ എന്തെങ്കിലും കറപ്ഷനും എന്തെങ്കിലും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ നമുക്കതില്ലാത്തടത്തോളം കാലം എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് ധൈര്യമായിട്ട് കാര്യങ്ങൾ തുറന്ന് എഴുതുകയും പറയുകയും ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ സാറിനോട് ചോദിക്കുന്നു, ഈ ED, CBI പോലുള്ള പ്രസ്ഥാനങ്ങളെ, അവരുടെ അതിര് കടന്ന കൈകടത്തലുകളെ എങ്ങനെ നാം നേരിടുവാൻ സാധിക്കും? നമുക്ക് ഇൻഡിവിജ്വലിന് വല്ലതും സാധിക്കുമോ? സമൂഹമായിട്ടോ കൂട്ടായ്മയായിട്ടോ സ്റ്റേറ്റ് ആയിട്ടോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി സാറൊരു വിശദീകരണം തന്നാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോഴേ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും പറയുന്ന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ കരഞ്ഞു പോകുന്ന അവസ്ഥയില്ല. ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഇന്ത്യ 2 ആക്കും, 5 വർഷം 5 പ്രധാനമന്ത്രിയെയാണ് ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലേൽ ഓരോ വർഷം ഓരോരുത്തരെ ഭരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രസംഗിക്കുക. കഴിഞ്ഞ ദിവസം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എല്ലാം വീതം വെക്കുമെന്ന് പറഞ്ഞു, അല്ലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഈ പ്രധാനമന്ത്രിക്ക് എങ്ങനെ ഒന്ന് കടഞ്ഞാണിടും? കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. TN ശേഷനൊക്കെ ഒരു ഓർമ്മയായി പോയി. പക്ഷെ എങ്ങനെ നമ്മൾ ഇതിനെ നേരിടും? അതിനകത്ത് സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? മീഡിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 കാര്യത്തില് ഒരു വിശദീകരണം കൂടെ തന്നാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കും. ഈ ഫാസിസത്തിന്റെ 14 ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു ഉംബർട്ടോ എക്കോയുടെ ഒരു ലേഖനമുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ഥാപനങ്ങളെ പിന്നെ കൈപ്പിടിയിലാക്കിയിട്ട് അത് ഉപയോഗിച്ച് നിശബ്ദരാക്കുക എന്നുള്ളത്. അത് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് ഇപ്പൊ നമ്മൾ ആ 14 സയൻസ് ഓഫ് ഫാസിസം ആ ആർട്ടിക്കിൾ നമ്മൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. അതൊന്ന് ഓടിച്ചു നോക്കിയാൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരുപക്ഷെ എന്നെയോ സാറിനെയോ ED ഉപയോഗിച്ചായിരിക്കത്തില്ല, നമ്മളെ അവരാദ്യം പഠിക്കും. ഇവന്റെ വാമൂടി കെട്ടണമെങ്കിൽ ഇവനെ ഏത് ആയുധമാണ് ഇവനോട് പ്രയോഗിക്കേണ്ടതെന്ന് ഓർക്കും. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ FCRA ലൈസൻസ് റദ്ദാക്കുക, എല്ലാ ഈ പിന്നെ കംപ്ലയൻസിന്റെ ഇഷ്യൂ പറഞ്ഞാണ് എല്ലാവരെയും ശിക്ഷിക്കുന്നത്. എല്ലാത്തിനും ന്യായമുണ്ട്. ഒരു കോടതി പോയി കഴിഞ്ഞാൽ ഇവര് നിയമങ്ങൾക്കായിട്ട് കംപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരുടെ ലൈസൻസ് ഞങ്ങൾ റദ്ദാക്കിയെന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഈ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വരുന്നതുകൊണ്ടാണ് ഇവൻ ഇത്ര കിടന്ന് ഇവിടെ തിളയ്ക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ ഈ ഫണ്ടിന്റെ സോഴ്സ് പ്ലഗ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവര് മിണ്ടാതെ അവിടെ ഇരുന്നോളും എന്നുള്ള അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെതിരെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ED ആയിരിക്കത്തില്ല, നമുക്കെതിരെ ഉപയോഗിക്കുന്ന നമുക്ക് പറ്റുന്ന ഒരു വെപ്പണായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. ചുരുക്കത്തില് ഇന്ത്യ മഹാരാജ്യത്ത് ഫാസിസം വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മളിപ്പോ മുമ്പേ പറഞ്ഞ 2 കാര്യങ്ങളും, അതായത് ഈ നമ്മുടെ മോണിറ്ററിംഗ് ഏജൻസീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 3 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 3 ഇലക്ഷൻ കമ്മീഷണർമാര് അവിടെ ജീവനോടെ അവിടെ ഇരിക്കുമ്പം തന്നെ പച്ചയ്ക്ക് പച്ച തെരഞ്ഞെടുപ്പ് ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞു, ചിലയിടത്ത് ഇലക്ഷന്റെ വക്കിൽ നിൽക്കുന്നു.
അവിടെയൊക്കെ നടന്ന് പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്നത് പച്ചയായ വർഗീയതയും പച്ചയായ വിഭാഗീയതയുമാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അതിന്റെ വളരെ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വേറൊരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നതിനും ബാക്കിയും കൂടെ അതിന്റെ ബാക്കി കംപ്ലീഷനും കൂടെ ഇനി വരാനുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പടക്കം പൊട്ടിക്കലും പടമെടുക്കലും ഒക്കെ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ ദയനീയമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടാകും, പിന്നെ അതിന്റെ ഒരു പൂർത്തീകരണവും ഉണ്ടാകും ഇനി ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത് ആണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. മറ്റാരെങ്കിലും ഉംബർട്ടോ എക്കോയുടെ ഫാസിസത്തിന്റെ 14 വഴികളില് ഇന്ത്യയിൽ 2019 വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത് 13 കാര്യങ്ങളെ പൂർണ്ണമായി ഇനി ഒന്നുകൂടെ ഉള്ളു. അത് തെരഞ്ഞെടുപ്പിലെ കൈകടത്തലുകളാണ്. പക്ഷെ അതിലും കൈകടത്തുകൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അപ്പൊ അതൊന്ന്, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരു സജഷൻ പറയാം, നിങ്ങളെ അഡ്വക്കേറ്റ്മാരോടുള്ള ഒരു സജഷന്. ഇവിടെ സാധാരണ ജനങ്ങള് ഇതിനൊന്നും മുന്നോട്ട് പോകാത്ത എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി പോരാടിയാൽ ഞാൻ എന്നെ പിടിച്ചകത്തിടുകയും എന്നെ പിടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പോരാടുവാൻ ആരും കാണുക. ഇപ്പൊ നമ്മൾ അടുത്ത ആഴ്ചയിലെ പ്രഭാഷണം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു PM മാത്യുവിന്റെ, അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുണ്ട്, ADF ഇന്ത്യ എന്നാ പറയുന്നത്. അത് അലയൻസ് ഡിഫെൻഡിങ് ഫ്രീഡം ഇന്ത്യ എന്നാണ് ആ സംഘടനയുടെ പേര്. അതിനകത്ത് അനേക അഡ്വക്കേറ്റ്മാരുണ്ട്. അവര് ചെയ്യുന്നത് ഇപ്പം പാസ്റ്റർമാരെയും അച്ഛന്മാരെയും പിടിച്ച് ജയിലിലിട്ടിരിക്കുന്ന, അങ്ങനെ നോർത്ത് ഇന്ത്യ അനേക ആയിരങ്ങൾ കിടപ്പുണ്ട്. അവർക്ക് വേണ്ടി നിരന്തരം കേസ് വാദിച്ചു പോരാടുന്ന ഒരു സംഘടന ഈ ADF. ഞാൻ പറഞ്ഞത്, നമ്മള് ഇന്ത്യയിലെ അഡ്വക്കേറ്റ്മാര്, സ്വതന്ത്ര ചിന്താഗതി ഉള്ളവര് ഇതുപോലുള്ള സംഘടനകൾ രൂപപ്പെടുത്തി ജനാധിപത്യ ധ്വംസനത്തിന് എതിരായിട്ട് പോരാടുന്നവർക്ക് വാദിക്കുവാനായിട്ടും അവർക്ക് നിയമം സപ്പോർട്ട് ചെയ്യുവാനുമായിട്ടും ഒരു പ്രസ്ഥാനം നയിക്കണമെന്നാണ് ഇപ്പൊ നിങ്ങൾ 2 അഡ്വക്കേറ്റ്മാരെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് നിങ്ങളെ പോലുള്ളവർ വന്നാലേ ഞങ്ങളെ പോലുള്ളവർക്ക് കുറെ കൂടെ ധൈര്യത്തോടു കൂടി പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. താങ്ക് യു. ഞാൻ സാറിന്റെ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞാല്, നേരത്തെ പറഞ്ഞ തരുണാബ് കെയ്ത്താന്റെ ആർട്ടിക്കിളിനകത്ത് അയാൾ പറയുന്നത് ഭരണഘടന ഉണ്ടോന്ന് ചോദിച്ചാൽ ഭരണഘടന അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഭരണഘടന അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ പുറന്തോട് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലെ അതിന്റെ അന്തസ്സത്തെ എല്ലാം ഇപ്പം തന്നെ ചെതലരിച്ചു കഴിഞ്ഞു. അത് വീണ്ടും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ നടപടികള്, ഈ ഫാസിസത്തിന്റെ ഇനി ഒരു എലിമെന്റും കൂടെ ഇനിയും കംപ്ലീറ്റ് ആകാനുള്ളൂ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിനെ ഒരു കോമഡിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഈ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റി എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സായിട്ട് ഇതിനെ മാറ്റിയെടുത്തു. കേരളത്തിൽ ആളുകൾ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുമ്പോൾ അവന്റെ മൊബൈലിൽ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് UP അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം, വർഗീയതയുടെ യാതൊരു മറയുമില്ലാത്ത പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ കൗശലത്തോടുകൂടി നടത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മഹാരാജ്യത്തെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു വികാരം എന്താണ്, ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയമാണ്. നമുക്ക് എല്ലാവർക്കും ഭയമാണ്. കാരണം എനിക്ക് എന്ത് സംഭവിക്കും, നാളെ എന്റെ ജീവൻ കാണുമോ, എനിക്ക് ഗൗരി ലങ്കേഷിന്റെ വെടിവെച്ച തോക്കിനകത്തെ അടുത്ത ഉണ്ട് എനിക്കാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം, ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതുപോലുള്ള ഫോറത്തിലൊക്കെ നമുക്കത് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ചിലരെ അവരുടെ കുടുംബാംഗങ്ങളെ ഭീഷണിയിൽ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് ഇയാളിനെ കീഴ്പ്പെടുത്തുക എന്നുള്ള നയങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്ര പച്ചയ്ക്ക് വെച്ച നമ്മൾ ഇത് കണ്ടു തുടങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ വളരെ ഭീതികരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ ഭയം ഇന്ത്യൻ ജനതയെ മൊത്തത്തിൽ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അടുത്ത VI ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. സാറിന്റെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ
ഇപ്പോൾ ചിന്തിച്ച ഒരു കാര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തൊക്കെ പലരെയും നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെ ഒക്കെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷേ അവിടെ ജയിലിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പല വിധത്തിലുള്ള സ്വാതന്ത്ര്യം, ഇപ്പം ഡിസ്കവറി ഓഫ് ഇന്ത്യ പോലുള്ള പുസ്തകങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ബയോഗ്രാഫി, ഇതൊക്കെ എഴുതിയത് ആ ജയിലിൽ ഇരുന്ന് അവർക്ക് അതിനുള്ള പേന ഉണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു, അവർക്ക് എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ചർക്ക ഉണ്ടായിരുന്നു, നൂല് നൂക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊടുത്തിട്ട് അവരെ ഒരു ജയില് എന്ന് പറയാന്നുള്ളത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം വളരെ വളരെ വ്യത്യസ്തമാണ്. ഇന്ന് സ്റ്റാൻസ്വാമിക്ക് ഒരു സ്ട്രോ പോലും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ ഇതെന്തുമാത്രം അന്നത്തെ ഒരു വിദേശ അടിമത്തത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഇന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അടിയന്തരാവസ്ഥ സമയത്ത് ശരിയാണ്, കേരളത്തിലെ പിന്നെ അവൾക്ക് കോൺഗ്രസ് ഭൂരിപക്ഷമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഒരുതരം അരക്ഷിതാവസ്ഥ, ഈ എന്നും തുടർന്ന ബന്ധുകള്, സമരങ്ങള്, ഇതിനൊക്കെ ഒരു അറിവ് ഉണ്ടായത് മാത്രമേ ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കിയുള്ളൂ. എന്നാൽ അതിന്റെ തിക്താനുഭവങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലുണ്ടായത്. അപ്പോൾ ആ സമയത്ത് അറസ്റ്റ് ചെയ്തവരെ ആണെങ്കിലും വളരെ അവർക്ക് ഹൗസ് അറസ്റ്റിലൊക്കെ ആയിട്ടുള്ളതല്ലാതെ വലിയ പീഡനങ്ങളൊന്നും അവർ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ വളരെ സ്വതന്ത്രമായ ഒരു ഇലക്ഷനാണ് അത് കഴിഞ്ഞ് നടന്നത്. അടിയന്തരാവസ്ഥ സമയത്ത് ഒരു ഇലക്ഷനിലൊന്നും അവർ യാതൊരു വിധത്തിലുള്ള ഇന്റർഫിയറൻസും നടത്തിയിട്ടില്ല. അവിടെ ഇലക്ഷന് ഇന്ദിരാഗാന്ധി പോലും തോക്കുകയാണ് ഉണ്ടായത്. ഇന്ദിരാഗാന്ധി തോറ്റുപോയി. അപ്പൊ അത്ര സിൻസിയർ ആയിരുന്നു അവിടുത്തെ അന്നത്തെ ഭരണം. പക്ഷെ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ഒരു ഭീതിയുടെ അന്തരീക്ഷം, നമുക്കൊരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു രീതി, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഏജൻസിനെ ഒന്നും മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതേപ്പറ്റിയൊക്കെ ഇത് സാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സാറിന്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. സാറ് പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആണ്. ഞാൻ സാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാൻസ്വാമിയുടെ പേര് ഞാനിവിടെ പേപ്പറിൽ എഴുതി വെച്ചു. കാരണം ഒരു 84 വയസ്സുള്ള ഒരു വൃദ്ധന് തൊണ്ട നനയ്ക്കാനൊരു വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ അതിനു വേണ്ടി ഒരു സ്ട്രോ ചോദിച്ചിട്ട് അത് കോടതിയുടെ പരിഗണനയ്ക്ക് വിടുകയും അദ്ദേഹത്തിന് അത് നിഷേധിക്കുകയും ചെയ്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ പിന്നെ എതിരാളികൾക്ക് പോലും ചില മിനിമം പരിഗണനകൾ കൊടുക്കുന്ന ഒരു മാന്യമായ ഒരു പാരമ്പര്യം നമുക്ക് ഉള്ള ഒരു രാജ്യമാണ്. അത് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, നമ്മുടെ കാതിന് ഇമ്പകരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ പൂട്ടാനായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയേക്കുന്നത്. കാരണം നമ്മൾ രാജ്യത്തിന് ഭീഷണിയാണ്, രാജ്യത്തിന്റെ പിന്നെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും അതനുസരിച്ച് ഉള്ള ഡീലിങ്സുമാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഇദ്ദേഹത്തെ ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലിട്ട ശേഷം അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഡയബറ്റോളജിസ്റ്റ് വരുന്നില്ല എന്നൊക്കെയുള്ള, ഇതൊക്കെ നമ്മൾ പിന്നെ കേട്ടുകഴിവില്ലാത്ത കാര്യങ്ങളാണ്. ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ വളരെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിൽ ഇട്ടു ഒക്കെ. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു തടവുകാരന് കൊടുക്കേണ്ട ചില പരിഗണനകള്, കെയറിങ് ഒക്കെ നമ്മുടെ രാജ്യത്തിലെ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതില് മുമ്പേ പറഞ്ഞ 1977 ഇലക്ഷന്റെ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് ഒരു ഇലക്ഷൻ കോൾ ഫോർ ചെയ്യേണ്ടി യാതൊരു കാര്യവും ഇല്ലായിരുന്നു. അവര് ഫുൾ കൺട്രോളിലാണ്. അവര് പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അതിന് ന്യായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആർമി നിലയ്ക്ക് നിർത്താനും പുറത്തുനിന്നുള്ള, നമ്മള് ബംഗ്ലാദേശ് വാർ കഴിഞ്ഞ സമയമായിരുന്നു, രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് അനിവാര്യമായിരുന്നു എന്നുള്ള ആണ്. അങ്ങനെ എടുത്താൽ പോലും അവര് ഫുൾ കൺട്രോളിലിരിക്കുമ്പോൾ അവര് ഇലക്ഷൻ അന്നേരം വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. വിളിച്ചപ്പം വേണമെങ്കിൽ അവർക്ക് എന്ത് തെരിമറികൾ വേണേലും അതിനകത്ത് കാണിക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ
അത് ചെയ്തു എന്നുള്ളത് തിരിച്ചു നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള മാന്യതയുടെ രാഷ്ട്രീയം, തുല്യതയുടെ രാഷ്ട്രീയം നമുക്ക് എവിടെയോ കൈമോശം വന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. താങ്ക് യു. ബഹുമാനപ്പെട്ട ജെയിംസ് സാറിനെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് KP കുഞ്ഞുമൻ സാർ. സാറിന്റെ ഇന്നത്തെ പ്രസംഗം കേട്ടു, വളരെ നല്ലതായിരുന്നു. മുമ്പോട്ടുള്ള ഒരു സ്ഥിതി വളരെ ഭയാനകമാണ്, പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ള ഒരു ഇതാണ് സാറിന്റെ പ്രസംഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാല് ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നോക്കുമ്പോൾ, ഞാനിവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളാണ്. ഞാനിപ്പോ ഒറീസയിലാണ് ഉള്ളത്. ഇവിടെയൊക്കെ ഇതിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ മുമ്പോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ സ്ഥലങ്ങളിലും ഇതിനെ എതിർക്കുന്ന ഗ്രൂപ്പുകളായിട്ട് ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്ന വലിയ ഗ്രൂപ്പുകൾ ഓരോ സ്ഥലങ്ങളിലും മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഏപ്രിൽ 14 അംബേദ്കറിന്റെ ജന്മദിനമായിരുന്നു. മുമ്പ് ഒരു കാലത്തും കാണാത്ത രീതിയിലാണ് ആയിരക്കണക്കിന് സ്ഥലങ്ങളിലാണ് അംബേദ്കറിന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നത്. ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് ആളുകൾ അംബേദ്കറിന്റെ ജന്മദിനം ആഘോഷിച്ചു. ഞാനും ഒക്കെ അത് പങ്കെടുത്തു, 1-2 സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ. അപ്പൊ ഇത് ഈ നമ്മൾ കാണാത്ത കേരളത്തിലെ ആളുകൾ കാണുന്നത് അവിടുത്തെ സിറ്റുവേഷനോ അല്ല നോർത്ത് ഇന്ത്യയിലുള്ളത്. ഇവിടെയൊക്കെ ഇതിനെ ഒരുപാട് ആളുകൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പരിണത ഫലം എന്ന നിലയ്ക്കാണ് മോഡിക്കൊക്കെ ഈ രാമമന്ദിരമോ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പം വീണ്ടും വിദ്വേഷം പ്രസംഗങ്ങളുമായിട്ട് മോഡിക്കൊക്കെ വരേണ്ടതായിട്ട് വരുന്നത്. കാരണം അവര് മുമ്പോട്ട് കൊണ്ടുവന്ന ഇതൊന്നും അവർക്ക് വിജയിക്കാൻ പര്യാപ്തമല്ല. ഇനിയും മുസ്ലിം ഹിന്ദു ഒരു വൈരം വളർച്ചയെ ഇനി മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി അവര് കാണുന്നുണ്ട്. പക്ഷെ അത് ഇനി അത്ര വിജയിക്കുകയല്ല എന്നുള്ളതാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങളും ദളിത് ഗ്രൂപ്പുകളും ആദിവാസി ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അത് UP-യിലും ഡൽഹിയിലും അതുപോലെ തന്നെ രാജസ്ഥാന്, ഗുജറാത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഈ പറയുന്ന ഈ ഹിന്ദുത്വവാദികൾക്ക് അത്ര സന്തോഷകരമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അതിനൊക്കെ ഇനിയും പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നാഷണൽ ഗ്രൂപ്പുകളൊക്കെ പല ഗ്രൂപ്പുകളുണ്ട്. ഞാനൊക്കെ അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളൊക്കെ ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. പല മീറ്റിങ്ങുകളിൽ പോവുകയും ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ഓരോ സ്ഥലങ്ങളിലുമുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഈ പറയുന്ന ചില ആദിവാസി മേഖലകൾ അത് ഇതുവരെ അവര് കോൺഗ്രസ് BJP എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിരുന്ന, പക്ഷെ അവിടെ കോൺഗ്രസ് ആരും ജയിക്കത്തില്ല. എന്നാൽ ഇപ്പൊ അവര് തന്നെ സംഘടിച്ചു വന്ന് അവരുടെ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കോൺഗ്രസ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ അവർക്കേ ജയിക്കാൻ ഒക്കത്തുള്ളൂ, ഇനി വേറെ ആർക്കും അവിടെ ജയിക്കാൻ ഒക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളിൽ, അത് ഗുജറാത്തിൽ തന്നെ ചില മേഖലകളിൽ അവരെ ഇതുവരെ ഈ ചില നാഷണൽ പാർട്ടികളുടെ പുറകിൽ നിന്നവർ അത് വിട്ട് വരുന്നുണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്നാണെന്ന് വെച്ചാൽ നാഷണൽ പാർട്ടിയുടെ എല്ലാ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയാണ്. കാരണം ഈ ബ്രാഹ്മൺസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബ്രാഹ്മൺസിന്റെ ലീഡർഷിപ്പിൽ മാത്രമേ അവർ നിൽക്കത്തുള്ളൂ. ബ്രാഹ്മൺസ് അല്ലാത്തവരുടെ ലീഡർഷിപ്പിലോട്ട് അവർ ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് ബ്രാഹ്മൺസ് ലീഡേഴ്സ് അല്ലാത്ത പാർട്ടികളെയൊക്കെ തകർക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ എതിർക്കുന്നുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ബ്രാഹ്മൺസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ ഈ ഭരണഘടന നിലനിർത്തി മുമ്പോട്ട് പോകണമെങ്കിൽ അതേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അത് ഞാനിവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ മേഖലകളിൽ എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ നാഷണൽ ലെവലിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴും കേരളത്തിലുള്ളവർക്ക് അതിലൊന്നും വലിയ പങ്കില്ലെന്നുള്ളതാണ് ഇതുവരെ ഇതിൽ നമ്മളെ കാണുന്നത്. ഇപ്പം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഉള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയൊക്കെ തോൽപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ പള്ളിക്കൂടത്തിൽ ഒന്നും പോയിട്ടില്ല എന്ന് പറയുന്ന ആളുകളാണ് അതിനെതിരെ പ്രതികരിച്ചത്. എന്നാൽ കേരളത്തിലുള്ളവർ അതിന് അനുകൂലമായിട്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ളവരുടെ ചിന്താഗതി അല്ല അത് ശരിക്കും ഭാരതത്തിന്റെ ഒരു ഓൾ ഓവറായിട്ടുള്ള
ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ കേരളത്തിലുള്ളവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു തോന്നല്. അതുകൊണ്ട് ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടെ തന്നെ മുമ്പോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കുരുവിള സാർ. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് പെർഫെക്റ്റ്ലി റൈറ്റ് ആണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഏതോ ഒരു ചാനൽ NDTV ആണോ ഇന്ത്യ ടുഡേ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിനകത്ത് ഈ പവൻ വർമ്മ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഇതോടുകൂടി ഇന്ത്യ കഴിഞ്ഞു, ഇന്ത്യ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നൊക്കെ നിങ്ങൾ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇന്ത്യൻ ജനതയെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരുപക്ഷെ കുറച്ച് കാലതാമസം ഉണ്ടായെങ്കിലും ഒരു അപ്രൈസിങ് ഉണ്ടാകും തീർച്ചയായിട്ടും. അതിന് അദ്ദേഹം 1-2 ഉദാഹരണങ്ങൾ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്തുള്ള ഒരു വികാരമല്ല ഇപ്പോൾ നമ്മൾ കാണുകയും മീഡിയയിൽ കൂടെ ഒക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ ജനത അത്രയ്ക്ക് ഒരു പ്രതികരണശേഷി ഇല്ലാത്തവരാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. കുറെ കാലത്തേക്ക് അവരെ കീഴടക്കി എന്നിരിക്കാം, പക്ഷെ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തെ കുറിച്ച് പറഞ്ഞത്, കേരളത്തില് കുറച്ചും കൂടെ ഒരു ഒരു കോംപ്ലസൻസി നമ്മൾക്ക് ഇച്ചിരി കൂടുതലാണ്. ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. അത് വിദ്യാഭ്യാസം കൂടിപ്പോയത് കൊണ്ടാണോ അതോ നമ്മള് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രതികരിക്കാനും കുറച്ചും കൂടെ ഒരു ടൈം എടുക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മുടെ ചരിത്രത്തിലെ പല സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ബോധോദയം ഉണ്ടാകുമെന്നും ഒരു പുതിയ ലക്ഷ്യബോധം ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നിരാശ പെടേണ്ട കാര്യം ഇപ്പോഴും ആയിട്ടില്ല എന്ന് തോന്നുന്നു. താങ്ക് യു സാർ. KP കുഞ്ഞൻ സാറ്. KP കുഞ്ഞൻ സാറിനെ ഞാന് 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പം സാറിന്റെ പ്രഭാഷണം വളരെ ഇന്നത്തെ കണ്ടംപററി ഒരു സിറ്റുവേഷൻ വളരെ റിയൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ 1-2 കാര്യങ്ങൾ സാറ് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒന്ന്, നമ്മുടെ ഇവിടെ നടക്കുന്നതായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും അതുപോലെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങള് അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി, പ്രത്യേകിച്ച് മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ചില എൻകൗണ്ടേഴ്സ് നടത്തിയിട്ട് അവരെയൊക്കെ വെടിവെച്ചും കൊല്ലുക. അപ്പം അവർക്ക് യാതൊരുവിധ മാനുഷിക നീതിയോ മറ്റു കാര്യങ്ങളോ നൽകാതെ ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണം, അവരെ നിരായുധരായി നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നതൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും നടക്കുക. അത് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഈ ആളുകളൊക്കെ ഇവിടുത്തെ ആദിവാസി ദളിത് മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങള് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള വളരെ ആസൂത്രിതമായ ഒരു ഭാഗം കൂടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഈ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായത്, ഇവിടുത്തെ സവർണ മേധാവിത്വത്തിന് ഏറ്റവും വലിയ ഒരു രോഷം ഇന്ത്യൻ ഭരണഘടനയോടുള്ളത് അംബേദ്കർ ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി എന്നുള്ളതാണ്. അപ്പം ആ ഒരു ദലിതരായുള്ള അല്ലെങ്കിൽ ഒരു അധസ്ഥിതനായുള്ള ഒരാൾ എഴുതിയ ഭരണഘടന വെച്ചുകൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ സവർണനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷേത്രം. അതുകൊണ്ട് ഇത് അവർ കാറ്റപ്പെടുത്താൻ വേണ്ടി അവരുടെ ഏറ്റവും വലിയ, അതുപോലെ അംബേദ്കറുടെ ചവന ദിനത്തിലാണ് ഈ ബാബറി മസ്ജിദ് പൊളിച്ചെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് 1996 ഡിസംബർ 6 എന്ന് പറയുന്ന ദിവസം തന്നെ തെരഞ്ഞെടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ സോഷ്യലിസവും ഒക്കെ ഇല്ലായ്മ ചെയ്ത്, കാരണം ജനാധിപത്യപരമായ മനുഷ്യന്റെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഫാസിസവും ഏകാധിപത്യവും ഉള്ള ഒരു ഭരണക്രമം ഉണ്ടാകണമെന്നുള്ള വളരെ സുനിശ്ചിതമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിനുള്ള വളക്കൂറ ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയിലെ ഇന്ന് പറയുന്ന ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. കാരണം അധികാരത്തിന് വേണ്ടി ഓരോ സമയത്ത് ഇല്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കി ഈ പറഞ്ഞ, ഇപ്പൊ നമുക്കറിയാം 1977 ഇന്ദിരാഗാന്ധി
അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും അവരാ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ അതിനകത്തൊന്നും കൈയെടുത്താൻ പോയില്ലെന്ന് ഇവിടുത്തെ പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ. എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഈ പറഞ്ഞ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് കൈകോർത്തതിന്റെ ഒരു പരിണത ഫലം കൂടാണ്. അപ്പം തെറ്റായ രീതിയിൽ ഓരോ സമയത്ത് അധികാരത്തിലെത്താൻ വേണ്ടി കുറുക്കുവഴികൾ സ്വീകരിച്ചതിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും അതിനകത്തൊരു പങ്ക് വഹിച്ചു എന്നുള്ളതും, എന്നാൽ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് വരണം. നമ്മുടെ അംബേദ്കർ ഭരണഘടന എഴുതുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എത്ര നല്ല ഭരണഘടനയായാലും അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ദുഷിച്ച ആളുകളുടെ കയ്യിൽ ഇതെത്തിയാൽ എത്ര നല്ല ഭരണഘടനയും അത് ദൂഷിതമായി മാറുമെന്ന് പറയുന്നത്. അതാണ് ഇന്ന് സ്ഥിതി. നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ എടുത്തു നോക്കി, ആരാ അവിടെ ഇരിക്കുന്നത്? എത്ര ന്യൂനപക്ഷങ്ങളുണ്ട്, എത്ര OBC ഉണ്ട്, എത്ര ദളിത്സ് ഉണ്ട്. ഇവിടുത്തെ സവർണരാണ് ഇവിടുത്തെ നിയമം. ഏറ്റവും വളരെ വിരോധാഭാസമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ബാബറി മസ്ജിദിനെ സംബന്ധിച്ചുള്ള വിധി. എത്ര ബാലിശമായ ഒരു വിധിയാണ് സുപ്രീം കോടതി പോലുള്ള ഒരു ഉന്നതമായ നീതിന്യായ പീഠത്തിൽ നിന്നുണ്ട്. ഇപ്പം അത്തരത്തിൽ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ അധപ്പതിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കത്തക്ക രീതിയിൽ അതിന്റെ ഉന്നത സ്ഥാനീയരായ ആളുകൾ വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ജനാധിപത്യത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരമുള്ള സ്ഥാപനങ്ങൾ അതിന്റെ ആ തനിമ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും സുതാര്യമായും നിലനിൽക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കണമെന്നുള്ളതാണ്. ഇത്രയുള്ള എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയാനായിട്ട്. സാറിന് പ്രതികരിക്കാം. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഭരണഘടനയോട് ഇവരുടെ പിന്നിലത്തെ ശക്തി എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളാണ്. സംഘപരിവാർ ശക്തികൾക്ക് ഭരണഘടനയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അവർ ഇതിനകം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവർ അംബേദ്കറിനെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഭരണഘടന നമ്മൾ കോപ്പി അടിച്ചതാണ്, പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് അതുപോലെ പകർത്തിയതാണ്, ഇവിടെ നമുക്ക് പറ്റിയതല്ല. ഇവിടെ വേണ്ടത് പ്രാചീന ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ഭരണക്രമമാണ് ഇവിടെ വേണ്ടത്. അതായത് ചിലർ പറയാം അത് മനുസ്മൃതിയെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഭരണഘടനയോട് വലിയ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവര് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ പോലും അവരോട് ഒരു ചെങ്കോല് കൊണ്ടുവെക്കുകയായിരുന്നു. അത് നെഹ്റുവിന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു ചെങ്കോലാണ്. അത് അവിടെ കണ്ട് പൊടി പിടിച്ച് കിടന്നത് അവര് എടുത്ത് വൃത്തിയാക്കി അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിംബോളിക്കാണ്. ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ സിംബോളിസം അവരുടെ ഒരു വലിയ ഇതാണ്, അവരുടെ രീതിയാണ്. അപ്പം ഭരണഘടനയെ എങ്ങനെയെങ്കിലും അതിനെ അപ്രസക്തമാക്കുക എന്നുള്ള ഒരു പോളിസിയാണ് ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത്, കാരണം സെക്യുലറിസം എന്നും സോഷ്യലിസം എന്നുള്ള രണ്ട് വാക്കുകൾ ഇല്ലാത്ത ഭരണഘടനയാണ് ഗിഫ്റ്റായിട്ട് കഴിഞ്ഞ വർഷം പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ MP-മാർക്കെല്ലാം കൊടുത്തത്. അത് പിന്നെ അവര് പറയുന്നുണ്ട് അത് നോട്ടപ്പശകാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ രണ്ട് വാക്കുകളോട് അവർക്ക് പണ്ടേ എതിർപ്പായിരുന്നു. കാരണം ഈ 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് തന്നെ ശരിയായില്ല. അത് എമർജൻസി ടൈമിലെ അമെന്റ്മെന്റ് ആണ്, അതിനകത്തൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞൊക്കെ അവർ പറയുന്നതിന്റെ പ്രധാന കാരണം ഈ രണ്ട് വാക്കുകൾ അതിനകത്ത് ഭരണഘടനയുടെ ഭാഗമാക്കിയത് 42ാം ഭേദഗതിയോടുകൂടിയാണ്. അപ്പം ഇവർക്ക് ഭരണഘടനയുടെ ബഹുമാനം ഇല്ല എന്നുള്ളത് അവർ ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഭരണഘടന അവിടെ ഇരുന്നോട്ടെന്ന് വേണേ വെക്കും, പക്ഷെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അവര് പിന്നെ ഇൻ എഫക്റ്റ് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ പഴയ ഇന്ത്യയിലേക്ക് നമ്മൾ വാല്യൂസിന് പ്രാധാന്യമുള്ള ഒരു ഇന്ത്യയിലേക്ക്, ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അവൈക്കനിങ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം. അതിനുവേണ്ടിയുള്ള ഇതുപോലുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. മറ്റാരും തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും പ്രതികരിക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഇല്ല എങ്കിൽ KP കുഞ്ഞുമോൻ സാറിന് ഒരു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ
പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് വളം വെച്ചു കൊടുത്തുന്നൊരു സൂചനയുണ്ട്. പക്ഷെ അത് ഒരു തെറ്റായ നടപടി വരുമ്പോൾ പ്രതിപക്ഷം ഒരുമിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ ഇന്ത്യ മുന്നണിയിലുള്ള ഫോർ എക്സാമ്പിൾ ശിവസേനയുമായിട്ട് ഇന്ത്യ മുന്നണിയിലുള്ളവർ സഹകരിച്ചു പോകുമ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അല്ലാതെ അതിനെ നമ്മൾ നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ ഒരു ശക്തി ഉണ്ടാകത്തുള്ളൂ എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഇണയില്ലാ പണ കൂടുന്നതെന്നുകൂടെ മനസ്സിലാക്കണം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ 1982 ഇന്ത്യയില് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് 2 MP-മാരാണുള്ളത്. അതിനുശേഷം പിന്നീട് ഇന്ത്യയുടെ നമുക്ക് ഈ എന്താണ് നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന ഭരണം വന്നപ്പോൾ ഈ ജനസംഘവും ഈ പറഞ്ഞ സംഘപരിവാര ശക്തികളും എല്ലാം കൂടെ ചേർന്ന് ആണ് 77 ജനതാ സർക്കാർ മൊറാർജി ദേശായിയുടെ സാന്നിധ്യത്തിൽ വരുന്നത്. അപ്പൊ അന്ന് ഇവര് വരെ ഇതിനകത്ത് മന്ത്രിമാരായിട്ട് നമ്മുടെ അദ്വാനിയും വാജ്പേയിയും ഒക്കെ ആ മന്ത്രിസഭ മന്ത്രിമാരായിരുന്നു. ഞാൻ പറഞ്ഞത് അവർക്ക് അതിനൊരു വളം കിട്ടിയത് ഇങ്ങനെയുള്ള ചില സാഹചര്യം. അതിനുശേഷം BP സിംഗിന്റെ മന്ത്രിസഭ വന്നപ്പോഴും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം അവർക്ക് വളരാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അത് അവർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. മറ്റ് പാർട്ടികൾ ഒന്നും നിലം തൊടാതെ പോവുകയും ചെയ്തു. നമുക്കറിയാം ജനതാദൾ ഇന്ത്യ പറ്റിയ ഒരു സോഷ്യലിസ്റ്റ് ഒരു പാർട്ടിയാണ്. എന്താ അതിന്റെ സ്ഥിതി എന്ത്? അപ്പൊ ഞാൻ പറഞ്ഞത് അധികാരത്തിന് വേണ്ടി എന്നും കാണിക്കുക എന്നുള്ളതല്ല, രാജ്യത്തിന് നിലനിൽപ്പൂടെ മുൻകൂട്ടി നമ്മൾ ആരോട് കൂടാൻ പാടില്ല എന്നുള്ള ഒരു ചില ധാർമ്മികതയുടെ അതിൻ്റെ ഭാഗത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാറേ, എനിക്കതിന് പറയാനുള്ളത് 2004 UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പരസ്പരം പോരാടിയിരുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുമിച്ച് ഇന്നാണ് വാജ്പേയി മന്ത്രിസഭയെ തോൽപ്പിക്കുന്നത്. 77 ജനതാ സർക്കാർ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ജനതാ സർക്കാരിന്റെ ജനസംഘത്തിന്റെ വിങ്ങാണ് BJP ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഒരു അന്നത്തെ സാഹചര്യത്തില് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം നമ്മൾ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുക ഇന്നത്തെ ഭരണകക്ഷിയെ എങ്ങനെയും ഒന്ന് പുറത്താക്കാൻ. അന്നേരമാണ് നമുക്കൊരു ഇന്ത്യ സഖ്യം നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. അവിടെ ചേരണ്ടാത്തവർ തമ്മിൽ ചേർന്നിട്ടുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക. അത് നാളെ ചിലപ്പോൾ അപകടകരമായിരിക്കും. പക്ഷെ ഇന്നത് ശരിയാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സാറ് പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെ ചെയ്ത ആളുകൾ അവര് വളർന്നു, മറ്റുള്ളവർ തളർന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. സാറേ, ഈ 2004 ഒന്നാം UPA സർക്കാരിന്റെ സമയത്ത് ഇത് തന്നെയാണ് സംഭവിച്ചത്. അന്ന് കോൺഗ്രസ് വളരെ അത്ര വലിയ ശക്തമല്ലായിരുന്നു. ഇടതുപക്ഷത്തിന്റെയും മറ്റു ഉള്ളവരുടെയും സപ്പോർട്ടോടുകൂടി ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴ് ഇവരുടെ ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ രണ്ടാം UPA സർക്കാർ ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് വീണ്ടും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് BJPക്കോ ഒരു കൂട്ടർക്ക് മാത്രമല്ല ബാധകം, ഇത് എല്ലാവർക്കും ബാധകം. കാര്യം ഇത് 2 എക്സാമ്പിളും നമ്മുടെ മുമ്പിലുണ്ട്. അല്ല സാറേ, ഞാൻ പറഞ്ഞത് അതായത് നമ്മളിപ്പം ഇവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇപ്പം കോൺഗ്രസ് ഗവൺമെന്റോ അല്ലെങ്കിൽ അതുപോലെ BP സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് രാമജന്മഭൂമി അവര് അവിടെ അവിടെ ഇതിനു വേണ്ടി വന്നപ്പോഴാണ് പുള്ളി പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചിട്ട് ആ മന്ത്രിസഭ കളഞ്ഞിട്ടാണ് അദ്ദേഹം അതിനെ എതിർത്തെന്നുള്ള ആൾക്കണം. അപ്പൊ അത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇവരുടെ ഒരു ആധിപത്യത്തിൽ വരിക അവരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി നമ്മൾ കൊടുത്തു എന്നാ പറഞ്ഞേ. അത് നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസിന് അതിനകത്തൊരു വലിയ പങ്കുണ്ട്. കാരണം എങ്ങനെ അധികാരത്തിൽ നിൽക്കുക, ആരെ തോൽപ്പിച്ചാലും വേണ്ടിയല്ല ഞങ്ങൾക്ക് അധികാരത്തിൽ നിൽക്കുക എന്നുള്ള ഒരു തെറ്റായ പ്രവണത നമ്മുടെ പൊളിറ്റീഷ്യൻസിന് ഉണ്ടായതിന്റെ ഒരു ദോഷം കൂടാണ് ഇന്നത്തെ ഈ സ്ഥിതി വിശേഷത്തിൽ എത്തിച്ചേരാൻ കാരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അഞ്ചേരി അച്ഛൻ എന്തൊക്കെ പറയാനായിട്ട് വന്നു? ആ റീഡിങ്ങിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം
ഈ ബി ജെ പിയുടെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോയാണ് കൂടുതൽ അവരെ അതിനകത്ത് വളർന്നത്. രണ്ട്, കോൺഗ്രസിന്റെ ഒരു മൃദു ഹിന്ദു സമീപനം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും രാമക്ഷേത്രത്തിൽ പോകാൻ നമ്മളുടെ കോൺഗ്രസ്സുകാരൊക്കെ മല്ലടിച്ചു നിൽക്കുന്നു. അപ്പം ആ മൃദു ഹിന്ദു സമീപനത്തിന്റെ അനന്തര ഫലമായിട്ടാണ് അവർക്ക് ബി ജെ പിയോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ വരുന്നത്. അന്നത്തെ പ്രതിപക്ഷങ്ങളെ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു കൂട്ടുകെട്ടിലെ ജനസംഘമൊക്കെ എല്ലാമായിട്ട് യോജിച്ചെങ്കിലും അത് രാജ്യത്തെ രക്ഷിക്കാനുള്ള വലിയൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് ഇന്നും പ്രതിപക്ഷങ്ങൾ യോജിക്കുമ്പം അതുപോലെ അടിയന്തരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആണെന്നുള്ള വിചാരത്തിൽ യോജിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനകത്ത് തന്നെയുള്ള ആളുകൾ പരസ്പരം മല്ലടിച്ചു നിന്നിട്ട് കഥയും. കേരളത്തിലൊക്കെ ഇപ്പം LDF-ഉം UDF-ഉം രണ്ടും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലാണ് മല്ലടിക്കുന്നത്. അവർ തമ്മിലാണ് ആരോപണ പ്രത്യാരോപണങ്ങളുടെ മഴകൾ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ ഒരു സാഹചര്യമാണ്. സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ ആളുകളും ജാഗ്രതയോടെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒരു സമയം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ പോരാടേണ്ട അവസരങ്ങൾ ഇനി ലഭിക്കാതെ വന്നു വരും. താങ്ക് യു. ഓക്കെ, നമ്മുടെ വളരെ ഗൗരവതരമായ ചർച്ചകൾക്കാണ് നമ്മൾ നേതൃത്വം നൽകിയത്. ഇത്തരം ചർച്ചകൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. അത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടല്ല, അല്പം കൂടി വിശാലമായ തലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ ജനതയെയും കണ്ടുകൊണ്ടുള്ളതായ ഒരു ഗൗരവതരമായ ചർച്ചയ്ക്ക് നമ്മൾ മുന്നോട്ട് വരണം. അത്തരത്തിലുള്ള ഒരു ബോധനിർമ്മിതി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ചർച്ച ഫലപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട കുരുവിള സാറ് വളരെ ഭംഗിയായി ഈ വിഷയം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സജീവമായ ചർച്ചയിലേക്ക് നമുക്ക് പോകുവാനും കഴിഞ്ഞു. ഈ ചർച്ച തുടരുക തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമാപന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി ലൈറ്റ് ടു ലൈറ്റിന്റെ അഡ്മിൻ കൂടിയായ ശ്രീ ബെന്നി തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഇന്ന് ഇക്കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബെന്നി തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 197ാമത് ലൈവ് വെബിനാറിൽ മോഡറേറ്റർ ആയിരിക്കുന്ന അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാർ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ മെയിൻ പ്രഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, 197 വെബിനാറുകൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ വലിയൊരു കൃപ നമ്മൾക്ക് ഉണ്ടായിരുന്നു. പ്രാരംഭത്തിൽ വിൽസൺ സാർ സൂചിപ്പിച്ചതുപോലെ 2 വെബിനാറുകൾ കൂടി കഴിയുമ്പോൾ നമ്മളൊരു ചരിത്ര നേട്ടം കൈവരിക്കുകയാണ്. ഇത്രത്തോളം നാള് ദൈവത്തിന്റെ ഒരു കൃപ വ്യാപരിച്ചുകൊണ്ട് മാത്രമാണ് ഈ വെബിനാറുകൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. പ്രാരംഭമായി ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം ഇന്ത്യ ബിയോണ്ട് 2024, ഇന്ത്യ 2024 അപ്പുറം എന്ന ഗൗരവമുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്, ഇന്ന് നമ്മൾ ചർച്ച നടത്തിയത്. ഈ പ്രഭാഷണം നടത്തുവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചത്. അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാർ ഇന്ന് നമ്മളുടെ ഈ സമകാലിക ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി, അതിൻ്റെ ഭയത്തിൻ്റെയും ആശങ്കയുടെയും അവസ്ഥകളെ പറ്റിയൊക്കെയും വളരെ സവിസ്തരം ഇന്ന് നമ്മളോട് പറയുകയുണ്ടായി. സമകാലിക ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിശദമായ, ജനാധിപത്യം നേരിടുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു രേഖ ഇന്ന് സാറ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായല്ലോ. സാറ് പറഞ്ഞതുപോലെ ലോകം മുഴുവനും ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ എന്തുകൊണ്ടും കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച്, ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച്, ഇന്നത്തെ നമ്മുടെ ജനാധിപത്യത്തിന്റെ വെല്ലുവിളികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വെല്ലുവിളികളെ സംബന്ധിച്ച്, മത നിരപേക്ഷതയുടെ വെല്ലുവിളികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് വീണ്ടും ഒരു ബോധം നമ്മളിൽ ഉളവാക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട കുരുവിള സാറിന്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് ഇടയായി. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നത് എപ്പോഴും നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിന് ഒത്തിരിയധികം പ്രയോജനമുള്ളതായിരിക്കും. എപ്രകാരമായിരിക്കണം നമ്മൾ നല്ലൊരു പൗരനായിട്ടിരിക്കേണ്ടത്, എപ്രകാരമായിരിക്കണം ഭാരതത്തിലെ ഇപ്രകാരമുള്ള അനീതിക്കെതിരെ പോരാടേണ്ടതെന്നുള്ള ഒരു ബോധം ഉളവാക്കുവാനായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിന് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. സാറിനെ പറ്റി പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ
നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുപോലെ തന്നെ സാറ് സാമൂഹ്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, അതുപോലെ തന്നെ നിയമത്തിൻ്റെതായിട്ടുള്ള രംഗങ്ങളിലൊക്കെയും സാറിന്റെ പ്രവർത്തനം വളരെയധികം അത്യുജ്വലമായിരിക്കുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നും സാറ് തന്റെ പ്രവർത്തന മേഖലയിൽ തിളങ്ങി നിൽക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റിന് വേണ്ടി ഇത്രത്തോളം സമയം ചെലവഴിക്കുവാനും പ്രകാരം ഒരു വിഷയത്തിലൂടെ നമ്മളെ എല്ലാവരും ബോധവൽക്കരണം ചെയ്യുവാനും സാറ് കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് സാറിന് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് മോഡറേറ്റർ എഴുതുന്നത് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറാണ്. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരിൽ പ്രധാന കൂടിയാണ്. പ്രാരംഭത്തിൽ വിൽസൺ സാർ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ എഴുത്തുകൾ കൊണ്ടും ഒക്കെയും മായാജാലം തീർക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാർ. മൂല്യബോധമുള്ള പല ചിന്തകളുടെയും ഉടമസ്ഥനാണ്. അതുപോലെ തന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിനിൽ പ്രധാനിയായി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. സാറിന്റെ നല്ല ചിന്തകളൊക്കെയും ഈ ഫോറത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഉതകുന്നതാണ്. അതുപോലെ തന്നെ സാറിന്റെ ഇടപെടലുകളൊക്കെയും വളരെ നല്ല രീതിയിൽ ഈ ഫോറത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിന് മോഡറേറ്റർ ആയിട്ടിരുന്ന് വളരെ നല്ല രീതിയിൽ ഈ മീറ്റിംഗ് ക്രമാനുഗതമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാറിന്റെ നേതൃത്വത്തിന് സഹായിച്ചു എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. തുടർന്നും സാറിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് പതിവ് പോലെ ഈ സൂം വെബിനാറുകൾ നമുക്ക് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത് മിസ്റ്റർ ജോസ് മാത്യു ആണ്. നെരുൾ ഇമ്മാനുവൽ മാർത്തോമ ഇടവാംഗമാണ്. ഈ 197 വെബിനാറുകൾ നമ്മൾ കൊണ്ടാടുമ്പോൾ അതിൽ ഏതാണ്ട് പ്രാരംഭമായിട്ടുള്ള കുറച്ച് വെബിനാറുകൾ ഒഴികെ ബാക്കി എല്ലാം നമുക്ക് വേണ്ടി ഈ വെബിനാറുകൾ ഒരുക്കി തന്നത് ജോസ് മാത്യു അവറുകളാണ്. അദ്ദേഹത്തോടുള്ള ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഓപ്പണിംഗ് പ്രയറിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോർജ് യോഹനാൻ സാർ, അതുപോലെ തന്നെ സമാപന പ്രവർത്തനത്തിലേക്ക് നേതൃത്വം നൽകുന്നവർ, അവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിൽസൺ സാറിനോടുള്ള നന്ദി, സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദി, ഈ വെബിനാറുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാറ് കാണിക്കുന്ന ഈ നല്ല മനസ്സിനുള്ള നന്ദിയൊക്കെയും ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വളരെ നല്ല രീതിയിലുള്ള ചർച്ചയാകുന്നുവല്ലോ നമ്മുടെ ഈ പ്രഭാഷണത്തിന് ശേഷം നടന്നത്. നല്ല നല്ല ചിന്തകൾ പങ്കുവെച്ചവർ, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചവർ, ഇവരൊക്കെയാണ് ഈ സ്റ്റഡി ഫോറത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ. ഈ ചർച്ചകൾ പങ്കെടുത്തവരോടും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ ഇന്ന് പങ്കെടുത്ത ബഹുമാനപ്പെട്ട വൈദികർ, അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് പ്രകാരമുള്ള എല്ലാ മീറ്റിംഗിലും പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. അടുത്തയാഴ്ച പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കൂടിക്കാണാം. അതുവരെയും ദൈവം നമ്മളെ തന്റെ ചെറുകടയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി അറിയിച്ച ശ്രീ ബെന്നി തോമസ് സാറിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് ഔദ്യോഗികമായി അവസാനിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഈ വെബിനാറിൽ ഞങ്ങളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ. ഞങ്ങളതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കപ്പെട്ട് പ്രതികരിക്കാനും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി മനോഹരവും ശ്രേഷ്ഠവുമായി തീരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളാകുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ തിരുവള്ളൂർ സാറിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. സാറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. അതിൽ പങ്കെടുത്ത എല്ലാവരെയും തിരുക്കരങ്ങൾ തരുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെ ഈ പങ്കുചേരൽ ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും പ്രയോജനകരമായി തീരുവാൻ തക്കണം അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മളെല്ലാവരും കൂടി നാം കേട്ട ചിന്തകളോടുകൂടി ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.